സംസാരിക്കുന്ന വിഷയത്തിന് കൊടുത്തിരിക്കുന്ന പേര് ഓർമ്മകൾ കൂട്ടിവെക്കുന്ന ഇടങ്ങൾ എന്നാണ്. ഓർമ്മകളെക്കുറിച്ച് സംസാരിക്കാം എന്നാണ് വിചാരിച്ചത്. ഓർമ്മകളെക്കുറിച്ച് പൊതുവിൽ നമ്മൾ സംസാരിക്കാറില്ല. നമ്മൾ ഓർമ്മക്കേടുകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. മറന്നു പോകുന്നതിനെക്കുറിച്ചാണ് നമ്മളെപ്പോഴും സംസാരിക്കുക. ഞാൻ താക്കോൽ വെച്ചത് എവിടെയാണെന്ന് മറന്നുപോയി, ഞാൻ ഇന്ന് ചെയ്യേണ്ട കാര്യം മറന്നുപോയി. മറവികളെക്കുറിച്ചാണ് നമ്മളെപ്പോഴും സംസാരിക്കാറ്. ഓർമ്മകളെക്കുറിച്ച് നമ്മളധികം സംസാരിക്കാറില്ല. അല്ലെങ്കിൽ നമ്മൾ ഓർമ്മകൾ അയവിറക്കുക എന്നാണ് പ്രയോഗം തന്നെ. ഓർമ്മകൾ അയവിറക്കുക എന്നുള്ളത് പലപ്പോഴും ഒരു വലിയ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ ഇരുന്ന് ചെയ്യേണ്ട എന്തോ കാര്യമായിട്ടാണ് പൊതുവിൽ മലയാളികൾ മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് തോന്നുന്നു. എങ്ങനെയാണ് ഓർമ്മകൾ ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ചൊന്നും കാര്യമായ ചർച്ചകളൊന്നും പൊതുവിലുണ്ടാവാറില്ല. എന്തിനാണ് ഓർമ്മകൾ ഉണ്ടാകുന്നത്, എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ചെറിയൊരു ആമുഖം പറയണമെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ഈ വേദിയിൽ എന്തിനാണ് ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുന്നത്, എന്തിനാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ സംസാരിക്കേണ്ടത്? നമ്മുടെ സമൂഹം വല്ലാതെ മാറിയിട്ടുണ്ട്. ലാഭം ഒരു പ്രധാന ഡ്രൈവിംഗ് ഫോഴ്സായി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓർമ്മ വർദ്ധിപ്പിക്കാനുള്ള പലവിധ ഉൽപ്പന്നങ്ങളിൽ തട്ടി നടക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. അതിനെ ചുറ്റിപ്പറ്റി ചില തമാശകളൊക്കെ തന്നെയുണ്ട്. ഞാനിപ്പോൾ ഓർമ്മ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരു മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ പേര് ഞാൻ മറന്നുപോയി എന്ന് പറയുന്ന തരത്തിൽ അത്രയധികം ഉൽപ്പന്നങ്ങൾ ഓർമ്മകൾ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. ഈ ഉൽപ്പന്നങ്ങളൊക്കെ ശരിക്ക് പ്രയോജനമുള്ളതാണോ? എങ്ങനെയാണ് ഓർമ്മ ഉണ്ടാകുന്നത്? എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ ഓർത്തു വയ്ക്കുന്നത്? ഇതിനെക്കുറിച്ചൊരു ധാരണയുണ്ടെങ്കിൽ ഇത്തരം ചൂഷണങ്ങൾക്ക് എതിരെ സംസാരിക്കാനുള്ള ഒരാർജവും കൂടി നമുക്കുണ്ടാകും എന്ന ധാരണയുടെ പുറത്താണ് ഈ വിഷയം സംസാരിക്കുന്നത്. എന്താണ് ശരിക്കും ഓർമ്മ? ഓർമ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെന്താണ് അതിനെക്കുറിച്ച് നമ്മൾ സാധാരണ ആലോചിക്കാത്തതുകൊണ്ട് കൂടി ചോദിക്കുകയാണ്. ഇപ്പോൾ വലിയ പ്രഭാഷണം നടത്തുക എന്നുള്ള ഉദ്ദേശത്തിലൊന്നുമില്ല ഞാൻ വന്നത്. ഞാൻ കുറച്ചു നേരം സംസാരിക്കാം എന്ന് മാത്രം കരുതിയാണ് വന്നിരിക്കുന്നത്. എന്താണ് ഓർമ്മ? എന്താണ് നിങ്ങളുടെ ഒരു ധാരണ? എന്താണ് ഓർമ്മ? ഓർമ്മ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ്? പഴയ കാര്യങ്ങൾ, പഴയ പേരുകൾ, പഴയ കാര്യങ്ങൾ, പൊതുവിൽ പഴയ കാര്യങ്ങൾ. അപ്പോൾ സംതിങ് കണക്റ്റിംഗ് ടു ദ പാസ്റ്റ് അല്ലേ? ശരി. മറ്റെന്തെങ്കിലും ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ഓർത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് വെറുതെ പാസ്റ്റിലേക്കുള്ളൊരു കണക്ഷൻ മാത്രമല്ല. പിന്നെ കേട്ടില്ല സാർ. സ്വാധീനിച്ച കാര്യങ്ങൾ നമ്മൾ ഓർത്തു വയ്ക്കുന്നു. ശരി. വാഹനത്തിൻ്റെ നിയന്ത്രണത്തിനെ പറ്റി നമ്മൾ ഓർത്തു വയ്ക്കുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഉത്തരം കൂടിയാണത്. വാഹനത്തിൻ്റെ നിയന്ത്രണം, സൈക്കിൾ ചവിട്ടുന്നത്, ഇതൊക്കെ നമ്മൾ ഓർത്തു വയ്ക്കുന്നുണ്ടെന്ന് പോലും നമ്മൾ ഓർത്തു വയ്ക്കാത്ത കാര്യങ്ങളാണ്. നല്ല നമ്മൾ ഓർത്തു വയ്ക്കുന്നുണ്ട്. ഒരിക്കൽ പഠിച്ചാൽ മതി നീന്തൽ, നമ്മൾ ഓർത്തു വയ്ക്കും. ഒരിക്കൽ പഠിച്ചാൽ മതി സൈക്കിൾ ചവിട്ടാൻ, നമ്മൾ ഓർത്തു വയ്ക്കുന്നു. പക്ഷെ അങ്ങനെയല്ല. ഇവിടെ മുന്നിലിരിക്കുന്ന എല്ലാവരും അധ്യാപകരാണ്. അവരൊരുപക്ഷെ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള പരാതികളിലൊന്നും ഓർമ്മ നിൽക്കുന്നില്ല എന്നുള്ളതായിരിക്കും. ഓർത്തു വയ്ക്കാൻ കഴിയുന്നില്ല, പരീക്ഷയ്ക്ക് ഓർത്തു വയ്ക്കാൻ കഴിയുന്നില്ല. അതേസമയം സൈക്കിൾ ചവിട്ടുന്ന ഒരു പ്രാവശ്യം പഠിച്ചാൽ മതി. അപ്പോൾ ഓർമ്മകളെക്കുറിച്ചുള്ള സംഭാഷണങ്ങളെല്ലാം തന്നെ ഏത് ഓർമ്മയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നുകൂടി പറഞ്ഞു വേണം തുടങ്ങാനെന്നാണ് ഞാൻ കരുതുന്നത്. ഓർമ്മകൾ എന്ന് നമ്മൾ വളരെ വേഗമായിട്ട് പറയുന്ന, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ മെമ്മറി എന്ന് മാത്രം ഒരു വാക്കുകൊണ്ട് നമ്മൾ അടയാളപ്പെടുത്തുന്ന കാര്യങ്ങൾ പൊതുവിൽ ഒരേപോലുള്ള കാര്യങ്ങളല്ല. അപ്പോൾ വെറുതെ ഒന്ന് തുടങ്ങാൻ വേണ്ടിയിട്ട് എന്താണ് ഓർമ്മകളെന്ന് ചോദിച്ചാൽ, നമ്മുടെ വ്യത്യസ്ത സെൻസ് ഓർഗൻസ് വഴി നമ്മുടെ അടുത്തേക്ക് വരുന്ന പല ഇൻഫർമേഷനും നമ്മളെങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ഓർമ്മ. നമ്മുടെ കണ്ണുകളിലൂടെ വരുന്ന കാഴ്ച, ശബ്ദം, അല്ലേ, സ്പർശം, ഗന്ധം, അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ സ്വായത്തമാക്കുന്ന ഒരുപാട് വിവരങ്ങളുണ്ട്. വിവരങ്ങളുടെ വലിയൊരു ശേഖരമാണ്. ഈ അടുത്ത കാലത്ത് പ്രത്യേകിച്ച് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും
കമ്പ്യൂട്ടേഷണൽ സയൻസും ഒക്കെ അങ്ങ് വല്ലാതെ വലുതായപ്പോൾ നമ്മൾ ഇതിനെയൊക്കെ ഒന്ന് ക്വാണ്ടിഫൈ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തി. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നു. ഈ ഒരുപാട് എന്നുള്ള വാക്ക് പ്രത്യേകിച്ച് ഒന്നും അർത്ഥമാക്കുന്നില്ല. കാരണം എൻ്റെ ഒരുപാടായിരിക്കില്ല നിങ്ങളുടെ ഒരുപാട്. ശാസ്ത്രത്തിൻ്റെ ഒരു പ്രധാന സ്വഭാവം എന്ന് പറയുന്നത് കൃത്യമായി അളക്കാവുന്ന അവസ്ഥയിലേക്ക് കൂടി കാര്യങ്ങളെ മാറ്റുക എന്നതുകൂടിയാണ്, മെഷറബിൾ ആക്കുക എന്നുകൂടിയാണ്. ഈ അടുത്ത് വളരെ കൃത്യമായിട്ടെന്നുള്ള വാക്കൊക്കെ ഉപയോഗിക്കാമെന്ന് എനിക്കറിയില്ല, എന്നാൽ പോലും ഒരു ദിവസം സാധാരണ ഒരു മനുഷ്യൻ്റെ തലച്ചോറിലേക്ക് വരുന്ന വിവരങ്ങൾ എത്രത്തോളമാണ് എന്നുള്ളത് കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. അത് ഏകദേശം 34 GB ആണ്. എനിക്കൊന്ന് ഇന്ന് ഈ കണക്കുകളൊക്കെ പറയുന്നത് കുറച്ചുകൂടി എളുപ്പമാണ്. ഒരു 5 വർഷം മുമ്പ് പറയുന്നത് പോലെയല്ല. ഇന്ന് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിൻ്റെ മെമ്മറി എത്രയാണ് എന്നുള്ള ധാരണ നിങ്ങൾക്കുണ്ട്. അപ്പോൾ ആ ധാരണ വെച്ചിട്ട് 34 GB എന്ന് പറയുന്നത് സാമാന്യം വലിയ ഒരു അളവിലുള്ള ഇൻഫർമേഷനാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും എന്നാണ് ഞാൻ കരുതുന്നത്. 34 GB ആണ് ഒരു ശരാശരി മനുഷ്യൻ ഒരു ദിവസം അയാളുടെ തലച്ചോറിലേക്ക് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിവരങ്ങളുടെ അളവ്, ഇൻഫർമേഷൻ. ഇത് മുഴുവൻ ഓർത്തു വെക്കുക എന്ന് പറയുന്നത് അങ്ങനൊരു സംഭവമേ ഇല്ല, അസംഭവ്യമാണ്. 34 GB വളരെ വലിയ കണക്കാണ്. ഞാൻ ഈ വിവരം എന്ന് പറയുന്നത് നിങ്ങൾ കോൺഷ്യസ് ആയിട്ട് എടുക്കുന്ന, നമ്മൾ വളരെ ബോധപൂർവം അറിയണമെന്ന് വിചാരിച്ച് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല. നമ്മൾ മൊബൈൽ ഫോൺ എടുത്തിട്ട് വാട്സപ്പ് എടുക്കാൻ നേരത്ത് അതിൽ വരുന്ന പല ചിത്രങ്ങൾ, അതിൻ്റെ ഒപ്പം നമ്മൾ അറിയാതെ വായിക്കുന്ന, ചിലപ്പോൾ വായിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ, ഇതെല്ലാം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കാൻ നേരത്ത് നിങ്ങളുടെ ഓരോരുത്തരുടെയും മുഖം എൻ്റെ മനസ്സിലേക്ക് ഒരു ഇൻഫർമേഷനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്നതല്ല. ഞാൻ വളരെ ബോധപൂർവമായിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും മുഖം ഓർക്കണം എന്ന് വിചാരിച്ച് ചെയ്യുന്നതല്ല. പക്ഷെ എന്നാൽ പോലും ഈ വിവരങ്ങളെല്ലാം എൻ്റെ വിവിധ ഇന്ദ്രിയങ്ങളിലൂടെ എൻ്റെ തലച്ചോറിനകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 34 GB എന്ന് പറയുന്ന ഇത്രയും വലിയൊരു വിവരശേഖരണം സാധ്യമാവുന്നത് എങ്ങനെ? ശരിക്കും അവിടെയാണ് ഈ വിഷയം പ്രാധാന്യമുള്ളതാവുന്നത്. കാരണം ഇത്രയധികം വിവരങ്ങൾ വന്നാൽ സ്വാഭാവികമായും നമ്മൾ എന്തായിരിക്കും ചെയ്യുക? ആരായാലും എന്തായിരിക്കും ചെയ്യുക? അല്ലെങ്കിൽ ഒരു മെഷീൻ ആവട്ടെ, എന്തു തന്നെ ആവട്ടെ, എന്തായിരിക്കും ചെയ്യുക? നമുക്ക് വേർതിരിക്കേണ്ടി വരും. എന്ത് വേർതിരിക്കേണ്ടി വരും? പ്രധാനപ്പെട്ടതും അല്ലാത്തതുമായത് വേർതിരിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഓർത്ത് വെക്കുന്നത് ശരിക്കും എന്താണ്? നമ്മൾ ഓർമ്മ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ആവശ്യമുള്ളത് മാത്രം സോർട്ട് ചെയ്താണ് നമ്മൾ ഓർത്ത് വയ്ക്കുന്നത്. ഒരു 10 മിനിറ്റ് മുമ്പാണ് ലക്ഷ്മണൻ സാർ ഇവിടെ വർമ്മ സാറിനെ അനുസ്മരിച്ചത്. സംസാരിച്ചപ്പോൾ ഒരുപക്ഷെ ലക്ഷ്മണൻ സാറിന് ആ സംഭവങ്ങളിലൂടെയൊക്കെ കടന്നുപോയ ഓർമ്മകൾ കൂടി വന്നിട്ടുണ്ടാകും. വെറുതെ വിവരങ്ങൾ പറയുകയായിരുന്നില്ലല്ലോ. അദ്ദേഹം അനുഭവിച്ച വർമ്മ സാർ എന്ന് പറയുന്ന മനുഷ്യനെ ഓർത്തെടുക്കുകയായിരുന്നു, ഓർമ്മിച്ചെടുക്കുകയായിരുന്നു. ഈ ഓർമ്മിച്ചെടുത്തപ്പം കേവലം ഒരു ഈ പട്ടിക പോലെ ആക്കിയ വിവരങ്ങൾ പറയുകയല്ലല്ലോ ചെയ്തത്. അദ്ദേഹം എന്താണോ അനുഭവിച്ചത്, ആ സമയത്ത് അദ്ദേഹം എന്തിലൂടെയൊക്കെ കടന്നുപോയോ അതൊക്കെ കൂടി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഒരുപക്ഷെ അത് എല്ലാം അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുണ്ടാവില്ല. അതിനോടനുബന്ധിച്ച് ഒരുപക്ഷെ അൺഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ആ സമയത്ത് പറയേണ്ടതല്ല എന്ന് കരുതി ഒരുപക്ഷെ വർമ്മ സാറിൻ്റെ കൂടെ വന്ന 2 പേർ എന്നേ പറഞ്ഞുള്ളൂ. ആ 2 പേർ ആരാണെന്നുള്ള ഓർമ്മ ഒരുപക്ഷെ ലക്ഷ്മൺ സാറിൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടാവും. കഥകളി ആസ്വാദന സംഘത്തിൻ്റെ 3 പേർ അല്ലെങ്കിൽ 2 പേർ വരികയും കയറിയിരിക്കുകയും ചെയ്തു എന്നാണ് പറഞ്ഞത്. ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ വന്ന 2 പേർ ആരാണ് എന്നുള്ളത് ഈ വേദിയിൽ പ്രധാനപ്പെട്ടൊരു വിവരമല്ല. പക്ഷേ അദ്ദേഹത്തിന് ചിലപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആളുകളുടെ മുഖങ്ങൾ ഒരുപക്ഷെ വന്നിട്ടുണ്ടാവാം. ഇനി വന്നിട്ടില്ല എങ്കിൽ 3 പേര് വന്നിട്ടും എന്തുകൊണ്ട് ഒരാളെ മാത്രം ഓർത്തു വെച്ചു എന്നുള്ളതും പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം എത്രയോ വിവരങ്ങൾ ഇന്ദ്രിയങ്ങളിലൂടെ സ്വീകരിക്കുന്നു. അതിനകത്ത് ചിലതിനെ മാത്രം പ്രധാനപ്പെട്ടതാണെന്ന് നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇതെങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു പ്രധാന ചോദ്യമാണ്. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ അതിനെ തിരിച്ചെടുക്കാൻ കൂടി പറ്റും നമുക്ക്. ഈ ഓർമ്മയ്ക്ക് അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. അതായത് നമ്മൾ ഒരു കാര്യം കാണുന്നു, അത് പ്രധാനപ്പെട്ടതാണെന്ന് തിരിച്ചറിയുന്നു, അതിനെ നമ്മുടെ തലച്ചോറിനകത്ത് എവിടെയോ സംഭരിച്ചു വയ്ക്കുന്നു, അതിനുശേഷം ആവശ്യമെന്ന് തോന്നുമ്പോൾ അതിനെ തിരിച്ചെടുക്കാൻ കൂടി പറ്റുന്നു. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് സുഹൃത്ത് പറഞ്ഞ വാഹനങ്ങളുടെ കാര്യത്തിലുള്ള നമ്മുടെ ഓർമ്മ. അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ്. അതിനെക്കുറിച്ച് വിശദമായിട്ട്
സംസാരിക്കാം. പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഓർമ്മകൾ നമ്മൾ സൂക്ഷിച്ചിരിക്കുന്നത് വീഡിയോ ക്യാമറ റെക്കോർഡ് ചെയ്യുന്നത് പോലെയാണെന്നാണ്. പിന്നെ വസ്തുതകളെല്ലാം അടുക്കി പെറുക്കി നമ്മൾ പണ്ട് PSC പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ 1972 അല്ലെങ്കിൽ 47 എന്നൊക്കെ പറഞ്ഞ് എന്താ പറയുക, വർഷവും തീയതിയും ഉൾപ്പെടെ ഓർത്തു വയ്ക്കുന്ന രീതിയിലാണ് നമ്മുടെ ഓർമ്മ എങ്കിൽ നമുക്ക് ഇത്രയധികം കാര്യങ്ങൾ ഒരിക്കലും ഓർത്ത് വെക്കാൻ പറ്റില്ല. എങ്ങനെ ഓർത്ത് വയ്ക്കാൻ പറ്റും? ഒരു ദിവസം 34 GB എന്ന് പറയുമ്പോൾ ഒരു 40 വയസ്സ്, ഇപ്പം എനിക്ക് 41 വയസ്സാണ്. 41 വയസ്സുള്ള ഞാൻ ആദ്യത്തെ 2 വർഷം പോട്ടെ, അതിനെ ചൈൽഡ്ഹുഡ് അംനേഷ്യ എന്നാണ് വിളിക്കുക. ആദ്യത്തെ 2 വർഷത്തിലെ ഓർമ്മകൾ ആർക്കുമില്ല. നമുക്ക് ആർക്കും ആദ്യത്തെ 2 വർഷത്തെ ഓർമ്മകളില്ല. ഇന്ന് വളരെ കൃത്യമായി തെളിയിക്കപ്പെട്ട കാര്യമാണ്. അതിനുശേഷമുള്ള അപ്പോൾ ഏകദേശം 39 വർഷത്തെ ഓർമ്മകൾ മുഴുവൻ ഞാൻ ഇതേപോലെ അടുക്കി എൻ്റെ തലച്ചോറിനകത്ത് വെക്കുകയാണെങ്കിൽ എൻ്റെ തലച്ചോറിന് പിന്നെ വേറൊന്നും ചെയ്യാനായിട്ട് കഴിയൂല. ഞാൻ യോജിക്കുന്നു. ഒരു തരത്തിൽ പുനരാവിഷ്കാരമാണ്. അതാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. നമ്മൾ വീഡിയോ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുന്നത് പോലെ എല്ലാ വസ്തുതകളും അതുപോലെ ഓർത്ത് വയ്ക്കുകയല്ല, പകരം നമ്മൾ പുനഃസൃഷ്ടിക്കുക കൂടിയാണ്. ഈ അടുത്ത് ഞാനൊരു പരസ്യം കണ്ടു, നിങ്ങളും കണ്ടിട്ടുണ്ടാകും. ഒരു കാപ്പിയുടെ പരസ്യമാണ്. അപ്പോൾ പരസ്യത്തിൻ്റെ നമ്മളോട് പറയുന്നില്ലെങ്കിലും നമുക്ക് വായിച്ചെടുക്കാവുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. ഒരു യുവമിഥുനങ്ങളാണ്. ഭർത്താവ് ഒരു കപ്പ് കാപ്പിയുമായി ഭാര്യയെ വിളിച്ചുണർത്തുകയും ഈ സ്ത്രീ എഴുന്നേറ്റ ഉടനെ എൻ്റെ അമ്മ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ വീട് മുഴുവൻ തിരയുകയും ചെയ്യുകയാണ്. ആ പരസ്യം നിങ്ങൾ കണ്ടോയെന്ന് എനിക്കറിയില്ല. വളരെ അമ്മയുടെ മണം എന്ന് പറഞ്ഞാണ് അത് മാർക്കറ്റ് ചെയ്യുകയും കൂടി ചെയ്തത്. അപ്പോൾ ചോദ്യം, അത് പരസ്യത്തിന് വേണ്ടി മാത്രമുള്ളതാണോ, അല്ല ആ പരസ്യത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ കാപ്പിയുടെ മണം അമ്മയെ ഓർമ്മിപ്പിക്കുമോ? ഞാൻ വെറുതെ കുറേ ചോദ്യങ്ങളിങ്ങനെ എയറിൽ നിർത്തുകയാണ്. എനിക്ക് സംസാരിച്ച് പോകാൻ വേണ്ടിയിട്ട് കുറേ ചോദ്യങ്ങൾ എയറിൽ നിർത്തുകയാണ്. അങ്ങനെ കാപ്പിയുടെ മണം അമ്മയെ ഓർമ്മിപ്പിക്കൂ? ചില രുചികൾ, ചില മണങ്ങൾ, അതൊക്കെ ഓർമ്മ ഉണർത്തും. അപ്പോൾ നമ്മൾ ഈ എങ്ങനെയാണ് അത് ഓർത്ത് വെക്കുക? ഈ രുചി ഓർത്ത് വെക്കാൻ പറ്റുമോ നമുക്ക്? മണം, ഗന്ധം ഓർത്ത് വയ്ക്കാൻ കഴിയുമോ? കഴിയും, സംശയമൊന്നുമില്ല അല്ലേ? ഇനി ഞാൻ വീണ്ടും എൻ്റെ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. ഇത്രയധികം കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന എന്ത് സംവിധാനമാണ് നമുക്കുള്ളത്? എങ്ങനെയാണ് ഇത്രയധികം കാര്യങ്ങൾ ഓർത്ത് വെക്കാൻ പറ്റുക? അതെങ്ങനെ ഓർക്കാൻ പറ്റുക അത്രയധികം കാര്യങ്ങൾ? നിങ്ങളൊരു പുസ്തകം എടുത്ത് ഇത് മുഴുവൻ എഴുതുകയാണെന്ന് വിചാരിക്കും. എത്ര വലിയ പുസ്തകമായിരിക്കണം ഇത് മുഴുവൻ എഴുതി വെക്കണമെങ്കിൽ? നമ്മുടെ കയ്യിലുള്ളത് ആകെ കൂടി ഒരു 1.8 കിലോയ്ക്കടുത്ത് മാത്രം എന്താ പറയുക ഭാരം വരുന്ന വളരെ ചെറിയൊരു തലച്ചോറാണ് നമുക്കുള്ളത്. ഈ തലച്ചോറ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഇത്രയധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക? അവിടെയാണ് ഓർമ്മ എന്ന് പറയുന്നത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ആദ്യത്തെ ചോദ്യങ്ങൾ മുഴുവൻ നിൽക്കുന്നത്. ഓർമ്മയിൽ പൊതുവിൽ 3 ഭാഗങ്ങളാണുള്ളത്. നിങ്ങളെല്ലാവരും ഇപ്പോൾ പല രീതിയിൽ പറഞ്ഞത് തന്നെ ഞാനൊന്ന് ക്രോഡീകരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ഒന്ന്, ഈ കിട്ടുന്ന ക്യൂസ്, അതായത് നമ്മൾ പല ഇന്ദ്രിയങ്ങളിലൂടെ എടുക്കുന്ന പലവിധ വിവരങ്ങളെ ഒരു പ്രത്യേക രീതിയിൽ മാറ്റേണ്ടതുണ്ട്. നമ്മുടെ തലച്ചോറിന് സൂക്ഷിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് അതിനെ മാറ്റേണ്ടതുണ്ട്. എൻകോഡിങ് എന്നാണ് പൊതുവിൽ നമ്മളിന്നതിനെ വിളിക്കുക. ഇത് പ്രത്യേക രീതിയിലേക്ക് നമ്മളതിനെ മാറ്റുന്നു. അതിനുശേഷം നമ്മളതിനെ സംഭരിച്ച് വയ്ക്കുന്നു. അതിനുശേഷം ആവശ്യമുള്ളപ്പോൾ മാത്രം നമുക്കതിനെ എന്തെടുക്കാൻ പറ്റുന്നു? തിരിച്ചെടുക്കാനായിട്ട് പറ്റുന്നു. ഇതാണ് പൊതുവിൽ ഓർമ്മയുടെ ഒരു സംവിധാനം. ഓക്കെ, ഇനി ഞാൻ 1-2 ചെറിയ ഉദാഹരണങ്ങൾ പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റിയിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഉദാഹരണങ്ങളോട് എന്താ പറയുക, ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളതാണെങ്കിൽ അത് പറയൂ, അല്ലെങ്കിലും അത് പറയൂ. ഓക്കെ, എപ്പോഴെങ്കിലും വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ വീട് തുറന്ന ശേഷം നിങ്ങൾ താക്കോൽ എവിടെയോ വയ്ക്കുന്നു, അകത്ത് പോകുന്നു, മറ്റു ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതിനുശേഷം താക്കോൽ എവിടെയാണ് വെച്ചത് എന്ന് ഓർക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ?
താക്കോൽ എവിടെയാണ് വെച്ചത്. ഇന്നിപ്പോൾ താക്കോൽ എന്നുള്ളത് മാറ്റി മൊബൈൽ ഫോൺ എവിടെയാണ് വെച്ചതെന്നും അല്ലെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് പൊതുവിൽ ഉപയോഗപ്രദമായ ഏതെങ്കിലും വസ്തു എവിടെയാണ് വെച്ചത്. കണ്ണട ആ തിരക്കി നടക്കുകയാണ്. വളരെ സന്തോഷം. കാരണം ഇത് നമുക്ക് സാധാരണഗതിയിൽ പറ്റുന്ന ഒരു കാര്യമാണ്. കണ്ണട ഇത് ഒരുപക്ഷെ ചിലരെങ്കിലും ഇങ്ങനെ വെച്ചിട്ട് വീട് മുഴുവൻ കണ്ണട അന്വേഷിച്ച് നടക്കാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഓർക്കാൻ നമുക്ക് കഴിയാത്തത്? ഞാൻ മറവിയെക്കുറിച്ച് സംസാരിക്കാതെ ഓർമ്മയിലേക്ക് സംസാരിച്ച് പോകാനായിട്ട് കഴിയില്ല. എന്തുകൊണ്ടാണ് നമ്മളത് മറന്നു പോകുന്നത്? കെയർലെസ് നല്ല വാക്കാണ്. പക്ഷെ എൻ്റെ ചോദ്യം, ഞാൻ എന്നെ തന്നെ ഉദാഹരണം, ഞാൻ 40-41 വർഷമായെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നു. അതിനകത്ത് ഞാൻ എങ്ങോട്ടാണ് വരുന്നത്? കെയർലെസ് എന്ന് പറയാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ ഇതിലോട്ട് വരാം. അതായത് കഴിഞ്ഞൊരു 10-25 വർഷമായിട്ടെങ്കിലും ഞാനും ചെയ്യുന്ന പ്രവൃത്തിയാണ്. താക്കോലെടുക്കുക, തുറക്കുക, വെക്കുക, പോവുക. എൻ്റെ ചോദ്യം, ഈ 25 വർഷവും എൻ്റെ തലച്ചോറ് ഞാൻ താക്കോൽ എവിടെയാണ് വെച്ചതെന്ന് ഓർത്ത് വെക്കണ്ടേ? അല്ലെങ്കിൽ ഒരാഴ്ച മാത്രം എടുക്കാം. തിങ്കളാഴ്ച താക്കോൽ എവിടെ വെച്ചു, ചൊവ്വാഴ്ച താക്കോൽ എവിടെ വെച്ചു, ബുധനാഴ്ച എവിടെ വെച്ചു, വ്യാഴാഴ്ച എവിടെ വെച്ചു? ഇതെല്ലാം ഒരേ സ്ഥലത്താണ് വെക്കുന്നതെങ്കിൽ കൊള്ളാം. നമ്മൾ ഒരേ സ്ഥലത്തല്ലല്ലോ വെക്കുന്നത്, പല സ്ഥലത്താണ് വെക്കുന്നത്. കെയർലെസ് എന്ന് പറയുന്ന വാക്ക് ഒരു ഇച്ചിരി അപകടകരമാണ്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം അതിനെക്കുറിച്ച്. ഓക്കെ, കെയർലെസ്നെസ്സിനേക്കാൾ പലപ്പോഴും ഈ ഓർമ്മകളെല്ലാം നമുക്കുണ്ട്. ഈ ഓർമ്മകളെല്ലാം നമുക്കുണ്ട് എന്നുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഞാൻ പറയും, എൻ്റെ കൂടെ ഈ എക്സസൈസ് ചെയ്യണേ, എന്നാൽ മാത്രമേ എനിക്ക് ഈ പ്രഭാഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഈ എക്സസൈസ് ചെയ്യേണ്ട പ്രാധാന്യവും ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ പറയാം. അതായത് ഇനി ഇത് ഓർത്തെടുക്കാൻ നിങ്ങൾ ചെയ്യുന്ന എക്സസൈസ് ഒന്ന് ആലോചിക്കുക. നിങ്ങൾ എങ്ങനെയാണ് താക്കോൽ എവിടെയാണ് വെച്ചത്, അല്ലെങ്കിൽ കണ്ണട എവിടെയാണ് വെച്ചത് എന്ന് ഓർത്തെടുക്കുന്നത് എങ്ങനെയാണ് എന്നുകൂടി ഒന്ന് പറയാമോ? വെരി ഗുഡ്. അതെ, നമ്മളൊന്ന് റിവൈൻഡ് ചെയ്യും. ഇങ്ങനെ റിവൈൻഡ് ചെയ്യണമെങ്കിൽ അപ്പോൾ നമ്മൾ ചെയ്ത കാര്യം മുഴുവൻ എന്ത് ചെയ്യണം? ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞത്, വീഡിയോ ക്യാമറ ചെയ്യുന്നത് പോലെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, ഈ പറയുന്ന എല്ലാ വിവരങ്ങളും അതേപടി റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുക. അങ്ങനെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാനുള്ള കപ്പാസിറ്റി നമുക്കില്ല. പക്ഷേ അതേസമയം നമ്മളെല്ലാവരും ചെയ്യുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള എക്സസൈസ് എന്ന് പറഞ്ഞാൽ, വീട്ടിലേക്ക് കയറി വന്ന കാര്യം നമ്മൾ ആലോചിക്കും. ആലോചിച്ച ശേഷം എന്താണ് ആദ്യം ചെയ്തതെന്ന് ആലോചിക്കും. ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും അത് ഇങ്ങനെ പ്ലേ ചെയ്ത് നോക്കുകയാണ്. ഒന്ന് പുറകിലേക്ക് പോയി നമ്മൾ വീണ്ടും ഇത് ചെയ്ത് നോക്കുകയാണ്. ഇതിനെ നമ്മൾ സയൻസിൻ്റെ ടേംസിൽ അറ്റൻഷൻ ആൻഡ് ഇൻറ്റൻഷൻ എന്നാണ് വിളിക്കുക. പക്ഷെ അതവിടെ ഇരിക്കട്ടെ. എന്തുകൊണ്ടത് കെയർലെസ്നെസ് അല്ല എന്ന് ഞാൻ പറയുകയാണ്. നമ്മൾ കെയർലെസ് എന്ന് പലപ്പോഴും പറയുന്നത് നമ്മുടെ റിട്രീവ് ചെയ്യാനുള്ള എന്താ പറയുക, പ്രോസസ്സ് കംപ്ലീറ്റ് ആവാത്തത് കൂടിയാണ്. അതായത് ഇപ്പം നിങ്ങളെല്ലാവരും തന്നെ എന്നോട് ഉത്തരം പറഞ്ഞത് എന്തൊക്കെ ചെയ്തു എന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുമെന്നുള്ളതാണ്. ശരിക്കും നമ്മൾ അത്രയും എഫേർട്ട് എടുത്തിട്ടാണോ വീട്ടിനകത്തോട്ട് കയറുന്നത്? നമ്മൾ അത്രയും എഫേർട്ട് എടുക്കുന്നുണ്ടോ? ഓരോ കാര്യവും ഓർത്ത് അത്രയും എഫേർട്ട് എടുത്തിട്ടാണോ നമ്മൾ വീട്ടിനകത്ത് കയറുന്നത്? അല്ല. നമ്മൾ ഞങ്ങളുടെ താക്കോലെടുക്കുന്നത്, തുറക്കുന്നു. നമ്മൾ സാധാരണ വെക്കുന്ന സ്ഥലത്തോ, അല്ലെങ്കിൽ ടി വിയുടെ മുകളിലോ, ടി വി സ്റ്റാൻഡിലോ, അല്ലെങ്കിൽ എന്താ പറയുക, അവിടെ ഡ്രോയിങ് റൂമിലിരിക്കുന്ന മേശയുടെ മുകളിലോ എവിടെയോ വെക്കുന്നു. ഇത് നമ്മൾ ജീവിതത്തിൽ എത്ര പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്? ഈ ഓരോ പ്രാവശ്യവും വളരെ കെയർഫുള്ളായിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, വളരെ സൂക്ഷ്മമായി ഇതെവിടെ വെക്കുന്നു എന്നോർത്ത് ആണോ നമ്മളിത് കാര്യങ്ങൾ ചെയ്യുന്നത്? പിന്നെ എങ്ങനെയാണ് നമ്മുടെ തലച്ചോറിന് ഈ പറയുന്ന റിവൈൻഡ് ചെയ്യാൻ പറ്റുന്നത്? ഇനി ശരി, ഞാൻ അദ്ദേഹത്തോട് പകുതി യോജിക്കുന്നു. പകുതി യോജിച്ചുകൊണ്ട് തന്നെ ആ ചോദ്യം ഞാൻ ഒന്നും കൂടി പരിഷ്കരിക്കുന്നു. ഇങ്ങനെ ചെയ്തിട്ട് കണ്ടെത്താൻ പറ്റാതെ പോയിട്ടുണ്ടോ? ഞാൻ വെറുതെ ഓരോ ലെയറായിട്ട് ഇങ്ങനെ വെക്കുകയാണ്. അതായത് നമ്മൾ താക്കോൽ വെച്ചത് എവിടെയാണെന്ന് മറന്നു പോകുന്നു, വളരെ സ്വാഭാവികം. അതിനുശേഷം നമ്മൾ റിവൈൻഡ് ചെയ്യുന്നു. ചില സമയങ്ങളിലെല്ലാം നമ്മളത് കണ്ടെത്തും. അപ്പോൾ നമ്മൾ ആലോചിച്ചെടുക്കുന്ന ഈ രീതി ഇത് തന്നെയാണ്. നമ്മൾ റിവൈൻഡ് ചെയ്യുന്നു, നമ്മൾ കണ്ടെത്തുന്നു. ചിലപ്പോഴെല്ലാം ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ടും താക്കോൽ കണ്ടെത്താൻ പറ്റില്ല. അതിപ്പോൾ കുറച്ച് മുമ്പ് സാറ് പറഞ്ഞു, പോക്കറ്റിനകത്ത് ഇട്ടുകൊണ്ട് നടന്നിട്ട് വീട് മുഴുവൻ അന്വേഷിച്ചു, താക്കോലോടെ പോയെന്ന് അന്വേഷിച്ചു. എന്തുകൊണ്ട് കണ്ടെത്താൻ പറ്റിയില്ല? ഓക്കെ,
ശരിക്കും രോഗമല്ല, വളരെ സ്വാഭാവികമായി നമ്മുടെ തലച്ചോറ് വർക്ക് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് ഇത്തരം കാര്യങ്ങൾ മറന്നു പോകുന്നു എന്നുള്ളത്. അങ്ങനെയാണ് ശാസ്ത്രം പറയുന്നത്. നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ മറന്നു പോകുന്നത് നിങ്ങളുടെ തലച്ചോറ് നന്നായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ്. കാരണം ഒന്നും മറക്കാൻ കഴിയാത്ത മനുഷ്യരുണ്ട്, ഒന്നും മറക്കാൻ കഴിയാത്ത മനുഷ്യരുണ്ട്. അങ്ങനെ ഉണ്ട്, റെക്കോർഡഡാണ്. അതായത് ഇന്ന് അവരെ വിളിച്ചിട്ട് 1975 ജൂലൈ 31 ഉച്ചയ്ക്ക് 2 മണിക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അവരുടെ ജീവിതത്തിൽ കൃത്യമായി എന്ത് സംഭവിച്ചു എന്ന് പറയാൻ കഴിയുന്ന ആളുകളുണ്ട്. ശരി, അതിലോട്ട് വരാം. ഓർമ്മക്കുറവ് എന്ന് പറയുന്ന അവസ്ഥയെ ചികിത്സിക്കാറില്ല. അതേസമയം ഡിമെൻഷ്യ എന്ന് നമ്മൾ പൊതുവിൽ വിളിക്കുന്ന ഒരവസ്ഥയുണ്ട്. അതായത് ഞാൻ ചോദ്യോത്തരത്തിൻ്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ അതിൻ്റെ ഒരു ഫ്ലോ പോകും, എന്നാലും പെട്ടെന്ന് ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കാം. ഡിമെൻഷ്യ എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിനകത്ത് നെർവ് സെല്ലുകളുണ്ട്, നാഡീകോശങ്ങളുണ്ട്. നാഡീകോശങ്ങൾ തമ്മിൽ പരസ്പരം വിവരങ്ങൾ കൈമാറിയാണ് നമ്മൾ ഈ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നതും നിങ്ങൾ കേൾക്കുന്നതും ശ്രദ്ധിക്കുന്നതും എല്ലാം ഈ പറയുന്ന വിവര കൈമാറ്റം വഴിയാണ്. ഈ വിവര കൈമാറ്റ ഹൈവേ എന്ന് ഞാൻ ഉപയോഗിച്ചോട്ടെ, അതൊരു പാത്താണ്. അതായത് ഇതിങ്ങനെ വിവരം കൈമാറി ഈ എന്താ പറയുക, വലിയ പാതകളും ചെറിയ ഇടനാഴികളും ഒക്കെ ഇങ്ങനെ തലച്ചോറിലുണ്ടായിക്കൊണ്ടിരിക്കും. ഈ പറയുന്ന ഇടനാഴികളിലോ വലിയ പാതകളിലോ എവിടെയെങ്കിലും എന്താ പറയുക ഒരു ഗട്ടർ ഉണ്ടായാൽ, അതായത് ഈ പറയുന്ന നാഡീകോശങ്ങൾ തമ്മിൽ ഉള്ള ബന്ധം ഏതെങ്കിലും തരത്തിൽ ഇല്ലാതായാൽ നമുക്ക് ചില കാര്യങ്ങൾ കംപ്ലീറ്റ്ലി വിട്ടുപോകും. ഉദാഹരണത്തിന് ഞാൻ ഈ പറഞ്ഞ ഇപ്പോൾ കുറച്ചു മുമ്പ് പറഞ്ഞ ഉദാഹരണങ്ങളിലൊന്നും ഞാൻ ഇപ്പോൾ എവിടെയാണ് എന്ന സംശയം എനിക്കുണ്ടാവില്ല. ഞാനിപ്പോൾ എവിടെയാണ്, ഞാൻ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഒരു ദിവസം രാവിലെ ഉറക്കം എഴുന്നേറ്റിട്ട് ചുറ്റും നോക്കി ഞാനിപ്പോൾ എവിടെയാണ് എന്ന് അത്ഭുതപ്പെടുന്നില്ല. കാരണം എൻ്റെ തലച്ചോറ് ഞാൻ എഴുന്നേൽക്കുമ്പോഴേ എനിക്ക് പറഞ്ഞു തരും ഞാൻ എവിടെയാണെന്ന്. അതായത് വേർ എന്നുള്ള സംശയം എനിക്ക് ഉണ്ടാകുന്നില്ല, ഞാൻ എവിടെയാണ് എന്നുള്ള സംശയം എനിക്ക് ഉണ്ടാകുന്നില്ല. പക്ഷെ ആ അവസ്ഥയല്ല ഈ പറയുന്ന നാഡീകോശങ്ങൾ തമ്മിലുള്ള വിവര കൈമാറ്റം മുറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുക. അങ്ങനെയുള്ള അവസ്ഥയിൽ അതിന് ചില പ്രത്യേക മെഡിക്കൽ അവസ്ഥകളാണ്, അതിന് ചികിത്സയുണ്ട്. ശരി. ചോദ്യം മനസ്സിലായില്ല. ആ ആ അഡ്മിറ്റ് ചെയ്ത് അദ്ദേഹം എന്തിനു വേണ്ടി എനിക്ക് വരുന്നത് അത് പിന്നെ ഞാൻ ആവർത്തിച്ചിട്ടില്ല എന്നാണ് പറയാൻ പറ്റും. ഓ, അതിന് ഡി അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയ തന്നെയല്ലേ ഇത്? പ്രക്രിയയാണെങ്കിൽ ശരിയല്ലേ, അതൊരിക്കലും നിൽക്കാൻ പോകുന്നില്ല. ഡോക്ടർ നമ്മുടെ ബ്ലഡിൽ കലർന്നിരിക്കുന്നത് അതിനു വേണ്ടിയാണ് വരുന്നത്. പക്ഷെ കുടിക്കത്തില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം ഒരിക്കലും വരുന്നവരാണ്. അല്ല, ഒരു കാര്യം ചെയ്യാം, സംസാരിച്ച ശേഷം ഈ ടോക്കിന് ശേഷം നമുക്ക് സംസാരിക്കാം, വിശദമായി സംസാരിക്കാം. എനിക്ക് 7 മണിക്കേ തീവണ്ടിയുള്ളൂ, അത്രയും നേരം നമുക്ക് സംസാരിക്കാം. ഏതായാലും ആ ചോദ്യത്തിലേക്ക് ഞാൻ തിരിച്ചു വരാം കേട്ടോ, അവസാനം നമുക്ക് സംസാരിക്കും. ശരി, ഞാൻ പറഞ്ഞു വന്നത് ഈ നമ്മൾ ഓർമ്മയില്ല എന്ന് പറഞ്ഞ താക്കോൽ എവിടെയാണ് വെച്ചത് എന്നുള്ള ഓർമ്മയില്ലായ്മയും, ഒരാൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് താൻ എവിടെയാണ് നിൽക്കുന്നത് എന്ന് ഓർക്കാൻ കഴിയാത്തതും 2 തരം ഓർമ്മക്കേടുകളാണ്. ഇത് രണ്ട് തരത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്താ പറയുക ആ ഉദാഹരണം പറഞ്ഞത്. ഏതായാലും ഇപ്പോൾ മറ്റൊരു ഉദാഹരണം പറയാം. ഇതെനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഈ ഓഡിയൻസിലെ യങ്ങർ ഓഡിയൻസ് അപ്രിഷ്യേറ്റ് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ പഠിക്കുന്ന കാലത്ത് എൻ്റെ മേശ എൻ്റെ അമ്മ വൃത്തിയാക്കുന്നത് എനിക്ക് ഭയങ്കര അലോസരം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. കാരണം ഇത് വൃത്തിയാക്കി കഴിഞ്ഞാൽ ഞാൻ ഓരോന്ന് എവിടെയാണ് വെച്ചതെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഇതിങ്ങനെ കുത്തിമറിഞ്ഞ് കിടക്കുമ്പോൾ എനിക്ക് കൃത്യമായിട്ടറിയാം ഞാൻ ഓരോന്നും എവിടെയാണ് വെച്ചിരിക്കുന്നത്.
എനിക്കറിയില്ല എത്ര പേര് അതിനോട് യോജിക്കുമെന്ന്. അതായത് ക്ലട്ടേർഡ് ആയിട്ടുള്ള ഒരു ഡെസ്ക്കാണ് പൊതുവിൽ എന്താ പറയുക കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ കുറച്ചുകൂടി എളുപ്പം ആകുന്നത്. വളരെ കൃത്യമായിട്ട് അടുക്കി വെച്ച് കഴിഞ്ഞാൽ അടുക്കി വെച്ച ആൾക്ക് മാത്രമേ ഇത് കണ്ടെത്താനായിട്ട് കഴിയുള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ കാര്യങ്ങൾ വേറൊരു അടുക്കി വെച്ച് കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്തിനാണ് ഈ ഉദാഹരണം പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണഗതിയിൽ താക്കോൽ വയ്ക്കുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളാണ് ഓർത്ത് വെക്കുന്നത് നമ്മൾ പറഞ്ഞില്ല. അപ്പോൾ ഞാൻ എൻ്റെ താക്കോലെടുത്ത് വെക്കുന്നു. താക്കോലാണ് അവിടുത്തെ ഇമ്പോർട്ടൻ്റ്. അതിന് ചുറ്റുമുള്ളതൊന്നും എൻ്റെ തലച്ചോറിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യങ്ങളല്ല. പക്ഷേ ഞാനത് റിട്രീവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, അതായത് ഞാൻ തിരിച്ചു ഓർക്കാൻ ശ്രമിക്കുമ്പോൾ പതുക്കെ എൻ്റെ ഇന്ദ്രിയങ്ങൾ വഴി കളക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന മറ്റ് വിവരങ്ങൾ കൂടി പ്രധാനപ്പെട്ടതാകും. എങ്ങനെയാണ് പ്രധാനപ്പെട്ടാകുന്നത്? അപ്പോൾ ഞാനൊരു പക്ഷേ ആ കപ്പിൻ്റെ 2 കപ്പുകളുടെ എന്താ പറയുക അടുത്താണല്ലോ ഞാൻ താക്കോൽ വെച്ചത് എന്ന് ഓർത്തേക്കാം. അതല്ലെങ്കിൽ ആ സമയത്ത് അവിടെ ആ കപ്പിൽ ചായയോ കാപ്പിയോ ആണ് ഉണ്ടായിരുന്നതെങ്കിൽ അതിൻ്റെ എന്താ പറയുക ഗന്ധം ഒരുപക്ഷെ എൻ്റെ ഓർമ്മയെ കുറച്ചുകൂടി എന്താ പറയുക സ്ട്രീം ലൈൻ ചെയ്തേക്കാം. എങ്ങനെയാണ് ഇതൊക്കെ സാധ്യമാകുന്നത്? ഇതൊക്കെ സാധ്യമാകുന്നത് തലച്ചോറിൻ്റെ വിവിധ ഭാഗങ്ങൾ കൊണ്ടാണ്. ആ തലച്ചോറിൻ്റെ ഭാഗങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. പൊതുവിൽ നമ്മുടെ തലച്ചോറ് നിങ്ങൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ തലച്ചോറിൻ്റെ ചിത്രങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഒരുപാട് മടക്കുകളുള്ള ഒരു എന്താ പറയുക അവയവമായിട്ടാണ് നമ്മളതിനെ കാണുന്നത്. ആ മടക്കുകളെല്ലാം ഉള്ള പുറംപാളിയെ നമ്മൾ നിയോ കോർട്ടെക്സ് എന്നാണ് വിളിക്കുന്നത്. ഏകദേശം 8600 കോടി നാഡീകോശങ്ങൾ ഈ പറയുന്ന നിയോ കോർട്ടെക്സിലുണ്ട്. ഓക്കെ, 8600 കോടി എന്നുള്ളതൊക്കെ നമ്മുടെ തലയിൽ നിന്ന് ഫ്ലിപ്പായി പോകുന്ന നമ്പേഴ്സാണ്. 8600 നമുക്ക് മനസ്സിലായത്. ഒരുപക്ഷെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും എണ്ണത്തിൻ്റെ 10 ഇരട്ടി കൂടുതലാണ് നമ്മുടെ തലച്ചോറിലുള്ള നാഡീകോശങ്ങൾ. ഇതെല്ലാം തമ്മിൽ പരസ്പരം ആശയം കൈമാറിക്കൊണ്ടിരിക്കുകയാണ്, ആശയവിനിമയത്തിലാണ്. എന്നാൽ എല്ലാവരും ഒരേ രീതിയിലുള്ള ആശയവിനിമയമല്ല നടത്തുന്നത്. വളരെ എളുപ്പത്തിൽ ഇത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ ശ്രദ്ധ, കുറച്ച് മുമ്പ് ഇവിടെ ആരോ കെയർലെസ് എന്നുള്ള വാക്ക് പറഞ്ഞല്ലോ, അറ്റൻഷൻ എന്ന് പറയുന്ന വാക്ക്. എങ്ങനെയാണ് അറ്റൻഷൻ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കിയാലാണ് ഓർമ്മയുടെ ആദ്യ പടവ് നമ്മൾ കിടക്കുന്നത്. എങ്ങനെയാണ് അറ്റൻഷൻ സാധ്യമാകുന്നത്? അപ്പം ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ചക്കയുണ്ട്. ആ ചക്കയിലാണ് ഇപ്പോൾ എൻ്റെ ശ്രദ്ധയില്ലത്. പെട്ടെന്നൊരു കിളി പറന്നു പോകുന്നു. എത്ര എളുപ്പത്തിലാണ് എൻ്റെ തലച്ചോറിന് ഈ ചക്കയിൽ നിന്ന് ശ്രദ്ധ എങ്ങോട്ട് മാറ്റാൻ പറ്റുന്നത്? കിളിയിലേക്ക് മാറ്റാൻ പറ്റുന്നത്. ഇങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എത്ര വട്ടം നമ്മുടെ ശ്രദ്ധ പല പല കാര്യങ്ങളിലേക്ക് മാറുന്നു. എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്? ഇത് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പം ഈ രാഷ്ട്രീയവുമായി ചേർത്ത് ഇതിനെ പറയുന്നതാണ്. നമുക്കൊരാശയമുണ്ടെങ്കിൽ ആ ആശയം ഏറ്റവും അധികം ആളുകളിലേക്ക് എത്തിക്കുകയും അത്രയും പേരെ കൂട്ടി നിർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് എന്താ പറയുക ഈ പൊളിറ്റിക്കൽ പ്രോസസ്സിലെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള സ്റ്റെപ്പ്. ഇതേപോലെ ഇപ്പോൾ ഈ ഇരിക്കുന്ന ആളുകൾക്കിടയിൽ ഒരു വാക്കാണ് നിങ്ങളുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യുന്നതെങ്കിൽ, ശ്രദ്ധ നേടുന്നതെങ്കിൽ, ആ വാക്കിനോട് സിമിലറായിട്ടുള്ള മറ്റ് വാക്കുകളും കൂടി ഇത്രയും കാലത്തെ അനുഭവത്തിനിടയ്ക്ക് നമ്മുടെ തലച്ചോറിന് അറിയാം എന്നുകൂടി നമ്മൾ ഓർക്കണം. അതായത് ഒരു പ്രത്യേക വാക്ക് ഞാൻ പറയുന്നു, ഏതെങ്കിലും ആവട്ടെ വാക്കിനോട് തന്നെ വളരെ സിമിലറായിട്ടുള്ള നോക്ക് എന്ന് പറയുന്ന വാക്കും നമ്മുടെ തലച്ചോറിന് പരിചിതമാണ്. അല്ലെങ്കിൽ തെക്ക് എന്ന് പറയുന്നതും നമ്മുടെ തലച്ചോറിന് പരിചിതമാണ്. ഇനി എന്താണ് പറഞ്ഞത് എന്ന് നമ്മൾ റിക്കളക്ട് ചെയ്യുന്നൊരവസ്ഥയുണ്ട്. ആ റിക്കളക്ട് ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ 8600 കോടി നാഡീകോശങ്ങളിൽ ചിലരെല്ലാം ഇത് വാക്കാണ് എന്നുള്ളത് തലച്ചോറിനെ ഉദ്ബോധിപ്പിക്കുമ്പോൾ മറ്റ് ചിലർ എന്ന് ഞാൻ പറയുന്നത് വേറെ ചില നാഡീകോശങ്ങൾ പറയുക അല്ല നോക്ക് എന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ മറ്റ് ചില നാഡീകോശങ്ങൾ പറയുക തെക്ക് എന്നാണ് പറഞ്ഞത്. അതായത് ഇതിനകത്ത് ശരിക്കൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. നമ്മുടെ ഓരോ ഓർമ്മകളെക്കുറിച്ചുള്ള നമ്മുടെ റിട്രീവലും ശരിക്കും ഈ തെരഞ്ഞെടുപ്പിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ താക്കോൽ എവിടെയാണ് വെച്ചത് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ സാധാരണ നമ്മൾ താക്കോൽ വെക്കുന്ന ഇടങ്ങളെക്കുറിച്ചെല്ലാം നമ്മുടെ തലച്ചോറിന് ഇൻഫർമേഷൻ വരും. അതായത് നമ്മൾ സാധാരണ എപ്പോഴും വീട്ടിനകത്തോട്ട് കയറി വലതുവശത്ത് താക്കോൽ തൂക്കുന്ന ഒരു ആണി ഉണ്ടെങ്കിൽ അവിടെയാണ് താക്കോൽ തൂക്കുന്നതെങ്കിൽ അങ്ങനെ തൂക്കിയപ്പോഴെല്ലാം നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ നമ്മുടെ തലച്ചോറ് സ്വായത്തമാക്കിയ വിവരങ്ങൾ നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ തലച്ചോറിലേക്ക് തിരിച്ചു വരും. ഞാൻ ഈ പറഞ്ഞ ഐഡിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അതേസമയം
അതല്ല നമുക്ക് വേണ്ടത്. എന്തുകൊണ്ട് അതല്ല വേണ്ടത്? കാരണം ഞാൻ നേരത്തെ അത് സംസാരിച്ചാണ് നിർത്തിയത്. നമ്മൾ തിങ്കളാഴ്ച താക്കോൽ വയ്ക്കുന്നു, ചൊവ്വാഴ്ച താക്കോൽ വയ്ക്കുന്നു, ബുധനാഴ്ച താക്കോൽ വയ്ക്കുന്നു. ഇങ്ങനെ ഓരോ ദിവസവും വയ്ക്കുന്നതിൻ്റെ ഓർമ്മകൾ ഇങ്ങനെ ക്ലട്ടേർഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഇൻഡിഫറൻസ് എന്നാണ് പറയുക. അതായത് നമ്മുടെ തലച്ചോറിന് വ്യക്തമായിട്ട് എവിടെയാണ് വെച്ചത് എന്ന് മനസ്സിലാവാത്ത അവസ്ഥയുണ്ടാകും. അപ്പോൾ ഇതിനെ തരണം ചെയ്യാനായിട്ട് നമ്മുടെ തലച്ചോറ് ഈ പ്രകൃതി ഉദാഹരണത്തിലൂടെ കണ്ടെത്തിയ ഒരു മാർഗമാണ് ഏറ്റവും കൂടുതൽ നാഡീകോശങ്ങൾ എന്താണോ പറയുന്നത് ആ സ്ഥലത്താണ് നമ്മൾ ആദ്യം നോക്കുക. ഞാനിത് പറഞ്ഞത് നമ്മൾ താക്കോൽ നോക്കുമെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞതനുസരിച്ച് നമ്മൾ റിവൈൻഡ് ചെയ്ത് നോക്കുകയും നമ്മൾ വീട്ടിനകത്ത് കയറി എവിടെയൊക്കെ താക്കോൽ വെക്കാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലാണ് നമ്മൾ പറയുക. നമ്മൾ പറയുന്നത് ഞാൻ താക്കോൽ വെക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം ഞാൻ നോക്കിയെന്നാണ്. ശരിക്കും സാധ്യത എന്ന് നമ്മൾ വളരെ വളരെ നിസ്സാരമായി പറയുന്ന സാധ്യത ഉണ്ടാകുന്നത് എങ്ങനെയാണ് നമ്മളതിനെ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. നമ്മുടെ ഓർമ്മയെ നമ്മൾ റിട്രീവ് ചെയ്തെടുക്കുമ്പം എങ്ങനെയാണ് ഈ സാധ്യതയുള്ള സ്ഥലങ്ങളെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് എന്നുള്ളത് പ്രധാനമാണ്. അതായത് ആദ്യം നോക്കുക വാതിലിൽ തന്നെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ആദ്യം വാതിലിൽ തന്നെ നോക്കിയത്? കാരണം ഏറ്റവും കൂടുതൽ നാഡീകോശങ്ങൾ പറഞ്ഞത്, ഞാൻ ഈ പറഞ്ഞത് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും കൂടുതൽ നാഡീകോശങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ഓർമ്മ ഈ വാതിൽ പിടിയിലാണ്. അല്ലെങ്കിൽ അതിനുശേഷം ഉള്ള ഏറ്റവും കൂടുതൽ കോശങ്ങൾ പറയുന്നത് കയറി വന്ന മുറിയിലെ മേശയുടെ മുകളിലാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത് ആവർത്തിക്കുന്നില്ല. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന ഒരു പ്രക്രിയ കൂടിയുണ്ട്. ഞാൻ ആ 3 പ്രക്രിയകളെക്കുറിച്ച് പറയുകയാണ്. അതിനകത്ത് എൻകോഡിംഗ് എന്ന് പറയുന്ന പ്രക്രിയ നടക്കുന്നതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുകൂടിയാണ്. അതായത് ഈ പല നാഡീകോശ സംവിധാനങ്ങൾ, അതിനെ സെൽ അസംബ്ലി എന്നാണ് പൊതുവിൽ ഇംഗ്ലീഷിൽ വിളിക്കുക. ഒരു നാഡീകോശങ്ങളുടെ കൂട്ടം. ഇപ്പോൾ കൂട്ടം 1 പറഞ്ഞത് സ്ഥലത്ത് നമ്മൾ നോക്കി, അവിടെ ഇല്ല. കൂട്ടം 2 പറഞ്ഞ സ്ഥലത്ത് നമ്മൾ നോക്കി, അവിടെ ഇല്ല. കൂട്ടം 3 പറഞ്ഞ സ്ഥലത്ത് നോക്കിയപ്പോൾ അവിടെ ഉണ്ടെങ്കിൽ ഇനി തലച്ചോറ് ചെയ്യേണ്ട ഒരു പ്രക്രിയ എന്ന് പറയുന്നത് ഈ കൂട്ടം 1 പറഞ്ഞത് തെറ്റായിട്ടുള്ളൊരു ഉത്തരമാണ്, കൂട്ടം 2 പറഞ്ഞത് തെറ്റായിട്ടുള്ള ഉത്തരമാണ്. അപ്പോൾ ഈ 2 കൂട്ടങ്ങളെയും പിരിച്ചുവിടുക കൂടി വേണം. ഞാൻ ആ പറഞ്ഞത് മനസ്സിലായി. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇതെല്ലാം ഓർമ്മകളായിട്ട് നമ്മുടെ തലച്ചോറ് സൂക്ഷിക്കും. അപ്പോൾ ഈ 1, 2, 3 കൂട്ടങ്ങൾ വ്യത്യസ്ത സ്ഥലങ്ങൾ പറയുകയും അതിനകത്ത് ഒരു സ്ഥലം മാത്രം ശരിയാവുകയും ചെയ്യുമ്പോൾ ആ ശരിയായതിനെ കൂട്ടമായിട്ട് തന്നെ നിർത്തുകയും അല്ലാത്തതിനെ കൂട്ടം പിരിച്ചു വിടുകയുമാണ് തലച്ചോറ് ചെയ്യുക. ഇതിങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ഇച്ചിരി അങ്ങ് തലയുടെ മുകളിലൂടെ പോയെങ്കിൽ ക്ഷമിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞ ആ രാഷ്ട്രീയത്തിൻ്റെ ഉദാഹരണം ആലോചിക്കുക. ഒരു 3 പാർട്ടി ഉണ്ടെങ്കിൽ ആ 3 പാർട്ടിയിൽ 3 or 4 പാർട്ടി ആയിക്കോട്ടെ, ഇതിനെ ഇപ്പോൾ ഉള്ള രാഷ്ട്രീയ സാഹചര്യവുമായി ബന്ധപ്പെടുത്തി വായിക്കരുത്. 3 or 4 രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിൽ അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം ആണ് ഇപ്പോൾ ശരിയെന്ന് മനസ്സിലാവുകയും മറ്റുള്ളതിനെ തള്ളിക്കളയുകയും ചെയ്യും. നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ ചെയ്യുന്ന അതേ പ്രക്രിയ നമ്മുടെ തലച്ചോറ് ഓരോ വിഷയത്തിലും ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ഓർമ്മയുടെ ആദ്യത്തെ പടി. അങ്ങനെയാണ് നമ്മുടെ തലച്ചോറിന് കിട്ടുന്ന ഈ പറയുന്ന വിഷ്വൽ ക്യൂസിന് മുഴുവൻ ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. ഏതായാലും ഇതിനകത്ത് ചില തലച്ചോറിൻ്റെ ഭാഗങ്ങൾ വളരെ പ്രധാനമാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ഏതൊക്കെ കാണാൻ പറ്റുമെന്നൊക്കെ എനിക്ക് ചെറിയ സംശയമുണ്ട്. ഇത് കാണാമോ? കാണാം? കാണാം. ഏതായാലും നമ്മുടെ തലച്ചോറിന് 5 ലോബുകളാണ് നമ്മൾ പൊതുവിൽ പറയുക. ഇതിനെയാണ് ഫ്രണ്ടൽ ലോബ് എന്ന് വിളിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ തലച്ചോറിൻ്റെ 1/3 ഭാഗവും കൈയടക്കിയിരിക്കുന്ന ഫ്രണ്ടൽ ലോബ് എന്ന് പറയുന്ന ഈ ഭാഗമാണ്, ഇത്രയും ഭാഗമാണ്. അതിനകത്ത് തന്നെ നിങ്ങളുടെ കൈ നിങ്ങളുടെ നെറ്റിയുടെ മുകളിൽ നിങ്ങൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര ഭാഗമാണോ അത് കവർ ചെയ്യുന്നത് അത്രയും ഭാഗത്തിനെ നമ്മൾ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്നാണ് വിളിക്കുക. നമ്മുടെ തലച്ചോറിൻ്റെ CEO ആണ് ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ്. നമ്മുടെ തലച്ചോറിലെ വിവിധ ഭാഗങ്ങളുടെ പ്രവർത്തനത്തിന് ഏകോപിപ്പിക്കുന്നത് ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ആണ്. അപ്പം അതിനെക്കുറിച്ച് പറയാം, ഞാൻ എളുപ്പം അങ്ങോട്ട് വരാം. അതുകൂടാതെ പിന്നെ ടെമ്പറൽ ലോബ്, പാരറ്റൽ ലോബ്, ഒസിപ്പിറ്റൽ ലോബ്, താഴെ സെറിബെല്ലം, ഇങ്ങനെ 5ആയിട്ട് നമുക്ക് തലച്ചോറിനെ മനസ്സിലാക്കാം. അതിനകത്ത് തന്നെ ഏറ്റവും സിമ്പിളായിട്ട് ഒരു 2-3 പേരുകൾ ഞാൻ പറയാം. അതിനകത്ത് ഒന്ന് തലാമസ് എന്ന് പറയുന്ന ഒരു നാഡീകോശത്തിൻ്റെ ഒരു കൂട്ടമാണ്. മറ്റേത് അമിഗ്ദല എന്ന് പറയുന്ന ഭാഗമാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പരസ്യത്തിൽ നിങ്ങൾ പറഞ്ഞു ചില രുചികൾ ഓർമ്മകളായിട്ട് മാറും, ചില ഗന്ധങ്ങൾ ഓർമ്മകളായിട്ട് മാറും. ചിലപ്പോൾ ചില രുചികൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒരു പ്രത്യേക സ്ഥലത്ത് നമ്മളത് കഴിച്ചതിനെ കുറിച്ചാണ്. അല്ലാതെ രുചി ഓർമ്മിപ്പിക്കുന്നത് ഇപ്പം
ഏതെങ്കിലും ഒരു വിഭവം, ഉദാഹരണങ്ങൾ പറയാൻ ആലോചിക്കുകയാണ്. ഇപ്പം ഇവിടെ ഏറ്റവും ഈ ഭാഗത്ത് ഏറ്റവും എന്താ പറയുക പ്രശസ്തമായ വിഭവം ഏതാണെന്ന് വെച്ചാൽ അത് ഓക്കെ. നമ്മൾ പാലട കഴിക്കുകയാണ്. ഈ പാലട വീണ്ടും കഴിക്കുമ്പോൾ വരുന്ന ഓർമ്മ എന്തിൻ്റെയാണ്? ഇതിന് മുമ്പ് നമ്മൾ എത്ര വട്ടം പാലട കഴിച്ചിട്ടുണ്ടാകും? ഓക്കെ. അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല ഈ വരനെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞൊരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വരനെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ഒരുപക്ഷെ അടുത്ത കാലത്ത് സുരേഷ് ഗോപി ഏറ്റവും നന്നായിട്ട് അഭിനയിച്ച സിനിമകളിലൊന്നാണ്, മനോഹരമായിട്ട് അഭിനയിച്ച സിനിമകളിലൊന്നാണ്. അതിനകത്ത് ഇയാൾ പട്ടാളത്തിലാണ്. ഇയാൾ അറ്റൻഡ് ചെയ്ത ഒരു ഫംഗ്ഷനെക്കുറിച്ച് ഇയാൾ വേദിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്, ഒരു ചെറിയ കിണ്ണം കൊണ്ട് മൂടി വെച്ചിരുന്ന മധുരമുള്ള ഒരു പലഹാരം ഞാൻ കഴിച്ചു, അതിൻ്റെ പേരെനിക്കറിയില്ല, പക്ഷെ അത് എന്നെ അമ്മയെ ഓർമ്മിപ്പിച്ചു എന്നാണ് അയാൾ പറയുന്നത്. ആ തേങ്ങ കൊണ്ടുള്ള ഒരു ചെറിയ വിഭവം അതെന്നെ എൻ്റെ അമ്മയെ ഓർമ്മിപ്പിച്ചു. അയാൾ ഇതിനു മുമ്പ് അത് കഴിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. എന്തുകൊണ്ടാണ് ആ വിഭവം അയാളുടെ അമ്മയെ ഓർമ്മിപ്പിച്ചത്? കുറച്ച് മുമ്പ് ഉള്ള ചോദ്യം വേണമെങ്കിൽ ഒന്നും കൂടി ചോദിക്കാം. എന്തുകൊണ്ടാണ് കാപ്പിയുടെ മണം അമ്മയെ ഓർമ്മിപ്പിക്കുന്നത്? അപ്പോൾ ഇത് നമ്മുടെ തലച്ചോറിനകത്തുള്ള അമിഗ്ദല എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അവിടെ ഓർമ്മകളെ സംഭരിക്കുന്ന ചില കേന്ദ്രങ്ങളാണ് അമിഗ്ദല, ഈ ഹിപ്പോ ക്യാമ്പസ് എന്നൊക്കെ പറയുന്ന തലച്ചോറിൻ്റെ ഭാഗങ്ങൾ. ഇവിടെ ഓർമ്മകളെ സംഭരിക്കുന്നത് ഈ ഇമോഷണൽ ടാഗോട് കൂടിയാണ്. ഇമോഷണൽ ടാഗ് എന്ന് പറഞ്ഞാൽ കാപ്പിയുടെ മണം കാപ്പിയെക്കുറിച്ചല്ല നമുക്ക് ഓർമ്മ തരുന്നത്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ ഫോർട്ട് കൊച്ചി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. അവിടെ കാപ്പി വളരെ അപൂർവമാണ്, ചായയാണ് അവിടുത്തെ ഒരു പ്രധാനം. പക്ഷേ എൻ്റെ വീട്ടിൽ കാപ്പിയാണ് രാവിലെ. ഈ കാപ്പി എനിക്കുണ്ടാക്കുന്ന ചില ഓർമ്മകളുണ്ട്. അതായിരിക്കില്ല ഇപ്പം സാറിനുണ്ടാക്കുന്ന ഓർമ്മകൾ. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയപ്പോൾ കുടിച്ചതിനെക്കുറിച്ചായിരിക്കാം, ചിലപ്പോൾ എല്ലാം അത് വ്യക്തികളെക്കുറിച്ചായിരിക്കും. ഞാൻ ഒരു ഉദാഹരണം കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാകും. നിങ്ങളെല്ലാവരും സ്വപ്നം കാണാറുണ്ടല്ലോ, കാണാറുണ്ട്. ഈ സ്വപ്നത്തിൽ വീട് കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ വീട് സ്വപ്നം കണ്ടിട്ടുണ്ടോ? ഇല്ല, ഉണ്ട്. അങ്ങനെ കാണുമ്പോൾ എപ്പോഴെങ്കിലും വീട്ടിലില്ലാത്തൊരു മുറി അതിൻ്റെ ഭാഗമായിട്ട് സ്വപ്നം കണ്ടിട്ടുണ്ടോ? ഇല്ല. വീട്ടിലില്ലാത്തൊരു മുറി എപ്പോഴെങ്കിലും വീടിൻ്റെ ഭാഗമായിട്ട് സ്വപ്നം കണ്ടിട്ടുണ്ടോ? ഇല്ല. ശരി, എന്നാൽ മറ്റൊരു ഉദാഹരണം പറയാം. ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോഴെങ്കിലും ഈ ടീച്ചറിനെ അറിയാതെ അമ്മ എന്ന് വിളിച്ചിട്ടുണ്ടോ? ചെറിയൊരു 6ാം ക്ലാസ് 7ാം ക്ലാസ്സിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത. ടീച്ചർ ക്ലാസ് എടുക്കുന്നു, നമ്മൾ ടീച്ചറെ എന്നാണ് വിളിക്കേണ്ടത്, പക്ഷെ നമ്മൾ അറിയാതെ വിളിക്കുന്നത് അമ്മ എന്നാണ്. ഉടനെ നമ്മൾ തിരുത്തും. അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? കേട്ടില്ല. അമ്മയെപ്പോലെ പെരുമാറുക. ശരിക്കും പെരുമാറ്റത്തേക്കാൾ അവർ എന്താണോ നമ്മുടെ തലച്ചോറിൽ മനസ്സിലുണ്ടാക്കുന്ന വികാരം, ആ വികാരത്തിന് നമ്മൾ കൊടുത്തിരിക്കുന്ന പേരാണ് അമ്മ. അമ്മയെന്ന് പറഞ്ഞ് നമ്മൾ ഓർക്കുന്നത് പലപ്പോഴും വ്യക്തിയെ അല്ല, ആ വ്യക്തി പ്രസരിപ്പിച്ചിരുന്ന ആ ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ടാണ് അമ്മ. അതുകൊണ്ടാണ് ആ ഇൻഫ്ലുവൻസ്, ആ പറയുന്ന അവരുണ്ടാക്കിയിരിക്കുന്ന വൈകാരികമായ ഒരു തലമുണ്ട്. ആ വൈകാരിക തലമാണ് നമ്മുടെ തലച്ചോറ് ഓർത്തു വയ്ക്കുന്ന അമ്മ. അപ്പോൾ അതേ വൈകാരിക തലം ഉണ്ടാക്കുന്ന എല്ലാവരെയും നമ്മുടെ തലച്ചോറ് ഏറ്റവും ആദ്യം തിരിച്ചറിയുക അമ്മയായിട്ടാണ്. അതാണ് അമിഗ്ദല ചെയ്യുന്ന ജോലി. അതായത് ഓർമ്മകളുടെ വൈകാരിക അംശത്തോടു കൂടി അടുക്കി വെക്കുക. ആ വൈകാരിക അംശം ഇനി എപ്പോഴെല്ലാം ഉണ്ടാവുന്നോ അപ്പോഴെല്ലാം ഈ ഓർമ്മ തന്നെയായിരിക്കും വരിക. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, നമ്മൾ വീട് പോലെ പ്രധാനപ്പെട്ട
ഒരു സ്ഥലത്ത് നമ്മൾ വളരെ പ്രധാനപ്പെട്ടതെന്ന് കരുതുന്ന, വീട് പോലെ പ്രധാനപ്പെട്ടതെന്ന് കരുതുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്രയും നമുക്ക് സ്നേഹോഷ്മളമായ ഒരു അന്തരീക്ഷമുള്ളൊരു സ്ഥലമുണ്ടെങ്കിൽ, നമ്മൾ വീട് എന്ന് പറയുന്ന വികാരത്തിൻ്റെ കൂടെ അതും കൂടി ചേർന്ന് പോകും. അപ്പോൾ നമ്മുടെ സ്വപ്നത്തിലൊക്കെ പലപ്പോഴും എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മുറി കൂടി വീടിൻ്റെ ഭാഗമാണ്. ഞാൻ ഈ സ്വപ്നം ഉദാഹരണമായിട്ട് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ സ്വപ്നത്തിൽ പൊതുവിൽ നമ്മുടെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ഈ മുൻഭാഗം പ്രവർത്തിക്കില്ല. അപ്പോഴാണ് നമ്മൾ സ്വപ്നങ്ങൾ കാണുന്നത്. അതുകൊണ്ടാണ് സ്വപ്നത്തിൽ നമുക്ക് ലോജിക്കൽ കണ്ടൻറ്റ് വേണമെന്ന് നിർബന്ധമില്ലാത്തത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഉദാഹരണമാണ്, സ്വപ്നത്തിൽ നമുക്ക് ലോജിക്കൽ കണ്ടൻറ്റ് വേണമെന്നൊരു നിർബന്ധവുമില്ല. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, കുവൈറ്റിലുള്ള ഓഫീസിൽ നിന്ന് ഇറങ്ങി താഴെ ഇറങ്ങി ഓട്ടോ കയറി പാലക്കാടുള്ള വീട്ടിലേക്ക് വരികയും വീടിൻ്റെ മുന്നിൽ ഭാര്യയും സച്ചിൻ ടെണ്ടുൽക്കറും നിൽക്കുകയാണെങ്കിലും നമുക്ക് ആ സ്വപ്നം ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കണ്ടു തീർക്കാൻ പറ്റും. ഇത് നമുക്കൊരു പുസ്തകത്തിൽ വായിക്കാൻ പറ്റില്ല. അതിന് കാരണം നമ്മുടെ തലച്ചോറിൻ്റെ ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ഈ ഭാഗം ഓഫായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തലച്ചോറിൻ്റെ വിവിധ ഭാഗങ്ങൾ പ്രവർത്തിക്കുന്നതിനെ ഏകോപിപ്പിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ തലച്ചോറിലുണ്ടാവില്ല. ഞാൻ എന്തിനാണിത് ആവർത്തിച്ച് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇവിടെ കണ്ട ഈ പറയുന്ന ഫ്രണ്ടൽ ലോബ് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും മുന്നിലത്തെ ഈ ഭാഗമാണ് ഈ പറയുന്ന ഓർമ്മ. അതായത് ഈ വൈകാരിക പശ്ചാത്തലം ഉണ്ടാക്കിയ ടീച്ചറിനെ പെട്ടെന്ന് അമ്മ എന്ന് വിളിച്ചു പോവുകയും ഉടനെ അല്ല എന്ന് പറഞ്ഞ് തിരുത്തുന്നത് നമ്മുടെ ഈ എന്താ പറയുക ചെക്കിംഗ് മെക്കാനിസമാണ്. ഈ ചെക്കിംഗ് മെക്കാനിസം തലയുടെ ഏറ്റവും മുന്നിലാണുള്ളത്, ഈ ഭാഗത്താണുള്ളത്. നമ്മൾ പെട്ടെന്ന് എന്താ പറയുക ആ വൈകാരിക പശ്ചാത്തലം ഉണ്ടാക്കുന്ന ഒരാളെ അമ്മയായിട്ട് തിരിച്ചറിയുകയും എന്നാൽ ഉടനെ ഇല്ല അമ്മയല്ല എന്ന് പറഞ്ഞ് ഒരു കറക്ഷൻ കൊണ്ടുവരികയും ചെയ്യുന്നത് നമ്മുടെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ആണ്. ഞാൻ പറയാൻ ശ്രമിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഓർമ്മകളെക്കുറിച്ചുള്ള പല ധാരണകളും നമ്മൾ വിചാരിക്കുന്നത് നമ്മളെല്ലാം വളരെ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുന്നു എന്നാണ്. നമ്മൾ കൃത്യമായിട്ടല്ല ഓർത്തു വയ്ക്കുന്നത്, നമ്മൾ പശ്ചാത്തലങ്ങളും സംഭവങ്ങളുമാണ് ഓർക്കുന്നത്. സംഭവങ്ങളുടെ ഫാക്റ്റുകളല്ല നമ്മൾ ഓർക്കുന്നത്, അത് ഉണ്ടാക്കിയ ആശയ പരിസരം, അത് ഉണ്ടാക്കിയ വൈകാരിക പരിസരമാണ് നമ്മുടെ ഓർമ്മയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകം. ഇപ്പോൾ ഒരാളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അയാൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ അല്ലെങ്കിൽ അയാൾ നമ്മുടെ ജീവിതത്തിൽ നടത്തിയ വൈകാരികമായ ഇടപെടലുകളാണ് നമ്മൾ ഓർത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരം വൈകാരികമായ ഇടപെടലുകളെല്ലാം തന്നെ വീണ്ടും വീണ്ടും അയാളെ ഓർമ്മിപ്പിക്കും. ഒരു പക്ഷേ എനിക്കറിയില്ല നിങ്ങൾ എത്ര പേര് ജോലിയുടെ ഭാഗമായിട്ടൊക്കെ പുറത്ത് പോയിട്ടുണ്ട്. ഇപ്പോൾ മനോജ് എന്താ പറയുക തിരുവനന്തപുരത്താണെന്ന് എനിക്കറിയാം. മനോജ് നാട്ടിൽ വരുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ചില ഓർമ്മകളുണ്ട്. തിരുവനന്തപുരത്ത് വരുമ്പോൾ ഓഫായി പോവുകയും നാട്ടിൽ വരുമ്പോൾ മാത്രം ചില ആളുകളെ കാണുമ്പോൾ ചില പരിസരങ്ങൾ കാണുമ്പോൾ മാത്രം ഉണ്ടായി വരുന്ന ഓർമ്മകളുണ്ട്. അപ്പോൾ ഇതെല്ലാം സാധ്യമാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മുടെ ഓർമ്മ എൻകോഡ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്താ പറയുക വൈകാരിക തലത്തിൻ്റെ കൂടി അംശത്തോടു കൂടിയാണ്. ഓക്കെ, ഇനി അങ്ങനെ അല്ലാത്ത ഓർമ്മകളും നമുക്കുണ്ട്. ഇപ്പോൾ 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് നമ്മൾ ഓർത്തു വെച്ചിരിക്കുന്നത് വൈകാരിക പശ്ചാത്തലത്തോടു കൂടിയല്ല. പറഞ്ഞാൽ മനസ്സിലല്ലേ? അത് അനുഭവിച്ച ഒരാൾക്ക് മാത്രമേ ആ വൈകാരിക പശ്ചാത്തലം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇതിനെ പൊതുവിൽ രണ്ടായിട്ട് നമ്മൾ തിരിക്കാറുണ്ട്. സെമാൻറ്റിക് മെമ്മറി എന്നും എപ്പിസോഡിക് മെമ്മറി എന്നും പറഞ്ഞ് രണ്ടായിട്ട് തിരിക്കാറുണ്ട്. ഒരുപക്ഷെ ഇന്ന് റോബോട്ടിക്സിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ മാർഗം, ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, അതിനകത്ത് ഏറ്റവും ബുദ്ധിമുട്ടേറിയ മാർഗം നമ്മളിന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്യുന്ന ന്യൂറൽ നെറ്റ്വർക്കുകളാണ്. നമ്മുടെ തലച്ചോറ് പ്രവർത്തിക്കുന്ന അതേ മാതൃകയിൽ കാര്യങ്ങൾ പഠിക്കുന്ന നെറ്റ്വർക്കുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെയുള്ള പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ സിമ്പിൾ അസോസിയേഷൻസ് മാത്രമേ സാധ്യമാകുന്നുള്ളൂ നമുക്കെന്നുള്ളതാണ്. ഉദാഹരണത്തിന് പരുന്ത് ഒരു പക്ഷിയാണ്, അതിന് ചിറകുണ്ട്, അത് പറക്കും എന്ന് നമ്മൾ കമ്പ്യൂട്ടറിനെ പഠിപ്പിക്കുകയും, അടുത്തതായിട്ട് കാക്ക ഒരു പക്ഷിയാണ്, അതിന് ചിറകുണ്ട്, അത് പറക്കും എന്ന് നമ്മൾ പഠിപ്പിക്കുകയും, മൂന്നാമത് ഏതെങ്കിലും ഒരു പക്ഷിയുടെ തത്ത ഒരു പക്ഷിയാണ്, അതിന് ചിറകുണ്ട്, അത് പറക്കും എന്ന് പഠിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നാലാമതാകുമ്പോഴേക്കും നമ്മൾ പറയുകയാണ് മൂങ്ങ ഒരു പക്ഷിയാണ് എന്ന് പറഞ്ഞാൽ ന്യൂറൽ നെറ്റ്വർക്കിന് എന്ത് ചെയ്യാനായിട്ട് കഴിയും? അതിന് ചിറകുണ്ടെന്നും അത് പറക്കുമെന്നും അസോസിയേറ്റ് ചെയ്യാൻ കഴിയും. ഇതാണ് ബേസിക്കലി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ്. പക്ഷെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പെൻഗ്വിൻ എന്ന് പറഞ്ഞൊരു പക്ഷിയെക്കുറിച്ച് പറഞ്ഞാൽ കാറ്റസ്ട്രോഫിക് ഫെയിലിയർ എന്നാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഇതിനെ വിളിക്കുക. അതായത് എന്ത് ചെയ്യാൻ പറ്റില്ല, പെൻഗ്വിൻ ഒരു പക്ഷിയാണ്, അതിന് പറക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കാൻ കമ്പ്യൂട്ടറിന് കഴിയില്ല. പക്ഷെ നമുക്കൊരു പ്രയാസമില്ലാതെ ചെയ്യാൻ പറ്റും. അതായത് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം, എക്സെപ്ഷൻസ് നമുക്കൊരു പ്രശ്നമല്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എക്സെപ്ഷൻസ്
നമുക്കൊരു പ്രശ്നമല്ല. എന്താണ് ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയാം. ഏതായാലും ഞാൻ ഒരു ഭാഗം കിട്ടെ. ഓക്കെ, നമ്മുടെ മെമ്മറികളെ, നമ്മുടെ ഓർമ്മകളെ പൊതുവിൽ 3ആയിട്ട് നമുക്ക് തിരിക്കാം. ഒന്ന് സെൻസറി മെമ്മറി, അതാണ് നമ്മൾ ഈ കാഴ്ചയിലൂടെ, ശബ്ദത്തിലൂടെ, രുചിയിലൂടെ ഒക്കെ നമ്മളിപ്പോൾ സംസാരിച്ചതെല്ലാം ഈ സെൻസറി മെമ്മറിയാണ്. അതുകൂടാതെ ഞാനിപ്പോൾ സംസാരിക്കുമ്പം തൊട്ട് മുമ്പിൽ സംസാരിച്ച കാര്യം എന്താണെന്ന് നിങ്ങൾ ഓർത്ത് വയ്ക്കുന്നുണ്ട്. അത് നിങ്ങളുടെ പൊതുവിൽ വർക്കിംഗ് മെമ്മറിയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വർക്കിംഗ് മെമ്മറി എന്തായിട്ട് മാറണം? ലോങ് ടേം മെമ്മറി ആയിട്ട് മാറണം. ഞാൻ സംസാരിച്ച് തുടങ്ങിയപ്പോൾ ആദ്യം പറഞ്ഞ കാര്യം ഇതാണ്. അധ്യാപകർ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വലിയ പരാതി എന്ന് പറയുന്നത് എനിക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല, പരീക്ഷാ ഹാളിൽ ചെല്ലുമ്പോൾ ഓർത്തെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഈ ഓർത്തെടുക്കുക എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന പ്രോസസ്സാണ്. അതായത് തലച്ചോറിൽ കൃത്യമായി നമ്മൾ ആലേഖനം ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കാര്യത്തിനെ നമ്മൾ ഓർത്തെടുത്ത് നമ്മുടെ വർക്കിംഗ് മെമ്മറി ആക്കുന്ന കാര്യമാണ് നമ്മൾ ഈ പറയുന്നത്. ഇത് സാധാരണഗതിയിൽ സാധ്യമല്ലാതാവുന്നത് എന്തുകൊണ്ടാണ് എന്ന് എളുപ്പം പറഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ നമ്മുടെ വിവിധ ഇന്ദ്രിയങ്ങളിൽ നിന്നും കിട്ടുന്ന വിവരങ്ങളെ ആദ്യം നമ്മൾ വർക്കിംഗ് മെമ്മറി ആക്കിയാണ് മാറ്റുക. ഈ ഇന്ദ്രിയ വിവരങ്ങളും വർക്കിംഗ് മെമ്മറിയും നമ്മൾ പൊതുവിൽ സ്റ്റോർ ചെയ്യാറില്ല. എൻകോഡ് ചെയ്താൽ മാത്രമേ നമ്മളത് സ്റ്റോറേജിലേക്ക് പോവുള്ളൂ. അപ്പോൾ ഇത് താൽക്കാലിക ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ്. നമ്മുടെ തലച്ചോറിൻ്റെ വിവിധ ഭാഗങ്ങൾ ഇതിനകത്ത് ഇൻവോൾവ് ആണ്. എന്നാൽ പോലും ഇത് നമ്മൾ എന്ത് ചെയ്യാറില്ല? ദീർഘകാലത്തിലേക്ക് ഓർത്ത് വെക്കുന്നതായിട്ട് മാറ്റാറില്ല. ദീർഘകാലത്തിലേക്ക് ഓർത്ത് വെക്കണമെങ്കിൽ നമ്മുടെ തലച്ചോറിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവണം. ഈ മാറ്റങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഈ ചെറിയ ഓറഞ്ച് വൃത്തം കാണാൻ പറ്റും, അർദ്ധവൃത്തം കാണാൻ പറ്റുന്നു എന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ തലച്ചോറിലെ തലാമസ് എന്ന് പറയുന്ന ഭാഗം. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നടക്കുന്നത് വിവിധ ഇന്ദ്രിയങ്ങളിലൂടെ പലതരം സ്റ്റിമുലൈ നമ്മുടെ തലച്ചോറിലേക്ക് എത്തുന്നു. ഇതെല്ലാം ആദ്യം പോവുക തലാമസ് എന്ന് പറയുന്ന ഭാഗത്തേക്കാണ്. ഈ തലാമസിനകത്ത് നമ്മുടെ ഗന്ധങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഒഴിച്ച് ബാക്കിയെല്ലാം തലാമസിലാണ് പോവുക. ഈ തലാമസിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ തലാമസ് ഒരു ഫിൽട്ടർ പോലെ ആക്ട് ചെയ്യുകയാണ് ചെയ്യുക. അതിനുശേഷം ഈ പറയുന്ന ഏത് ഇന്ദ്രിയ ഉപയോഗിച്ചാണോ നമ്മൾ ആ വിവരം കളക്ട് ചെയ്തത്, ഇപ്പോൾ ഉദാഹരണത്തിന് കണ്ണുകളിലൂടെയാണ് ആ വിവരം ലഭിച്ചതെങ്കിൽ അത് നമ്മുടെ തലച്ചോറിൻ്റെ ഏറ്റവും പിന്നിലുള്ള ഒസിപ്പിറ്റൽ ലോബ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോവുകയും ചെയ്യും. എന്തിനാണ് ഇത്രയും വിശദീകരിച്ചത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8 മിനിറ്റിൽ പറയാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറയുന്ന നമ്മൾ ഒരു കാര്യം കണ്ടു. ഉദാഹരണത്തിന് നമ്മൾ സുനാമിയെക്കുറിച്ചുള്ള വാർത്ത കാണുകയാണ്. ഞാൻ സുനാമി പറഞ്ഞത് നമ്മളെയൊക്കെ ഒരുപക്ഷെ കേരളത്തിൽ എല്ലാവരെയും ഒരുപോലെ എഫക്റ്റ് ചെയ്ത കാര്യങ്ങളിലൊന്നാണ് സുനാമി. അല്ലെങ്കിൽ കഴിഞ്ഞ പ്രളയം നമ്മുടെ മനസ്സിലുണ്ടാക്കിയ ഓർമ്മ, നമ്മൾ കാഴ്ചയിലൂടെ നമ്മൾ സ്വീകരിച്ച വിവരങ്ങളിൽ ആ വിവരങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ ഒസിപ്പിറ്റൽ ലോബിൽ പോയിട്ട് അത് വീണ്ടും തിരിച്ചെങ്ങോട്ട് വരും? നമ്മുടെ തലച്ചോറിനകത്ത് ഹിപ്പോ ക്യാമ്പസ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ഇവിടെ ഈ മഞ്ഞ നിറത്തിൽ ചുരുണ്ട് കിടക്കുന്ന ഒരു തലച്ചോറിൻ്റെ ഭാഗം കാണാമെന്ന് വിചാരിക്കുന്നു. ഈ ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്ന ഭാഗത്തിലേക്കാണ് ഇത് തിരിച്ചു വരിക. അവിടെ നിന്നും ഇത് ഞാൻ നേരത്തെ പറഞ്ഞ അമിഗ്ദല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരും. അമിഗ്ദലയിലേക്ക് വരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ആ പറയുന്ന സെൻസറി ഇൻപുട്ടിന് ഏതെങ്കിലും തരത്തിലുള്ള വൈകാരിക അംശം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. വൈകാരിക അംശം ഉണ്ടെങ്കിൽ മാത്രമേ അത് എവിടെ വരുള്ളൂ? ഇങ്ങോട്ട് വരുള്ളൂ. അല്ലെങ്കിൽ അത് ഈ ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുക. ഇനി ഇത് മനസ്സിലാവാനായിട്ട് ഒരു ചെറിയ ഉദാഹരണം കൂടി പറഞ്ഞ് ഞാനിത് വിശദമാക്കാം. ഈ ലണ്ടൻ എന്ന് പറഞ്ഞ് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്ന 2 പ്രധാന ചിത്രങ്ങളുണ്ട്. അതിൽ ഒരെണ്ണം ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ ഒരു ചിത്രമാണ്, ചുമന്ന കളറിലുള്ള ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ ഒരു ചിത്രമാണ്. രണ്ടാമത്തത് ലണ്ടൻ നഗരത്തിൽ ഓടുന്ന ബ്ലാക്ക് ക്യാബ് എന്ന് വിളിക്കുന്ന കറുത്ത അംബാസിഡർ കാറിൻ്റെ മോഡലിലുള്ള കാറിൻ്റെ ചിത്രമാണ്. ഈ രണ്ടാമത്തെ ഞാൻ പറഞ്ഞ ചിത്രം, അതായത് ഈ ബ്ലാക്ക് ക്യാബുകൾ ഓടിക്കണമെങ്കിൽ അതിന് ലൈസൻസ് നേടണം. അതെല്ലാവർക്കും ഓടിക്കാൻ പറ്റില്ല. ആ ലൈസൻസ് നേടണമെങ്കിൽ ആ ടെസ്റ്റിൻ്റെ പേര് ദ നോളജ് ടെസ്റ്റ് എന്നാണ്. അപ്പോൾ ആ ലൈസൻസ് സ്വായത്തമാക്കണമെങ്കിൽ 320 വഴികളും 25,000 തെരുവുകളും 20,000-ഓളം ചരിത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളും ഓർത്തു വയ്ക്കാൻ പറ്റണം. ഈ ലൈസൻസ് നേടുക അത്ര എളുപ്പമല്ല. 4 വർഷമാണ് ഈ ലൈസൻസ് നേടാൻ ഒരു ശരാശരി മനുഷ്യനെടുക്കുന്ന സമയം. 320 വഴികൾ, 25,000 തെരുവുകൾ, ഏകദേശം 20,000-ഓളം ചരിത്രപ്രധാനമായിട്ടുള്ള സ്മാരകങ്ങളും ഓർത്തു വയ്ക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ ഈ പറയുന്ന ലൈസൻസ് നേടാനായിട്ട് കഴിയുള്ളൂ. അങ്ങനെ ലൈസൻസ് നേടിയവരുടെ തലച്ചോറിൽ ഘടനാപരമായ മാറ്റങ്ങളുണ്ട് എന്ന് കണ്ടുപിടുത്തം നടത്തിയതിനാണ്
2014 നോബൽ സമ്മാനം കൊടുത്തത്. ആ മാറ്റം വരുന്ന പ്രധാന ഭാഗമാണ് ഈ മഞ്ഞ നിറത്തിൽ കാണിച്ചിരിക്കുന്ന ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്ന സ്ഥലം. ആ ഹിപ്പോ ക്യാമ്പസിൻ്റെ വലിപ്പത്തിലാണ് വ്യത്യാസം ഉണ്ടാവുക. ഈ ഹിപ്പോ ക്യാമ്പസാണ് നമ്മളെ പുതിയ ഓർമ്മകൾ ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ, അതായത് നമ്മൾ ഒരു വിവരം നമ്മുടെ ഈ സെൻസറി ഇൻപുട്ടിലൂടെ എടുക്കുന്നു, ആ എടുത്ത വിവരം തലാമസിലേക്ക് പോകുന്നു, തലാമസിൽ നിന്നാണ് അത് ഏത് ഭാഗത്താണ് പോകേണ്ടത് എന്ന് തീരുമാനിക്കപ്പെടുന്നത്. ആ ഭാഗത്ത് പോയ ശേഷം ഇനിയാണ് മെമ്മറി ഉണ്ടാക്കുന്നത്. ഈ ആദ്യത്തെ സ്റ്റെപ്പ് വെറുതെ വിവരശേഖരണം മാത്രമാണ്. ആ വിവരം ശേഖരിച്ച ശേഷം ഇത് ഓർമ്മയാക്കി മാറ്റേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു തീരുമാനമുണ്ട്. ആ തീരുമാനം നടക്കുന്നത് ഇത് തിരിച്ച് ഹിപ്പോ ക്യാമ്പസിൽ എത്തുന്നതോടുകൂടിയാണ്. തിരിച്ച് ഹിപ്പോ ക്യാമ്പസിൽ എത്തുമ്പോഴാണ് ഇതൊരു പുതിയ ഓർമ്മയായി ആലേഖനം ചെയ്യപ്പെടേണ്ടതുണ്ടോ എന്ന് തലച്ചോറ് തീരുമാനിക്കുന്നത്. അങ്ങനെ അത് ആലേഖനം ചെയ്യപ്പെടേണ്ടതുണ്ടെങ്കിൽ, അതിനകത്ത് വൈകാരിക അംശം ഉണ്ടെങ്കിൽ അതെങ്ങോട്ട് പോകും? അമിഗ്ദലയിലേക്ക് പോവുകയും ആ പറയുന്ന വൈകാരിക അംശത്തോടു കൂടി അത് ഓർത്ത് വെക്കുകയും ചെയ്യും. ഇനി ഇല്ല, അതിനകത്ത് വൈകാരിക അംശമില്ല, അതിനകത്ത് വെറും വിവരങ്ങൾ മാത്രമേ ഉള്ളെങ്കിൽ ആ വിവരങ്ങൾ മാത്രമായിട്ടായിരിക്കും അത് സേവ് ചെയ്യപ്പെടുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ തലച്ചോറ് എന്ത് ചെയ്യുന്നത്? ചില കാര്യങ്ങൾ ഫാക്റ്റുകളായിട്ട് ഓർത്ത് വയ്ക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ വൈകാരികമായിട്ട് ഓർത്ത് വയ്ക്കുന്നത്. ഇനി വൈകാരികമായിട്ടാണ് ഓർത്ത് വയ്ക്കുന്നതെങ്കിൽ അത് സാധ്യമാക്കുന്നത് അമിഗ്ദലയാണെന്ന് ഞാൻ പറഞ്ഞു. അമിഗ്ദലയിൽ 2 കെമിക്കലുകളാണ് ഇതിന് കാരണം. രണ്ടും വളരെ ചെറിയ സ്ട്രക്ചറുള്ള കെമിക്കലാണ്. ഒന്ന് എപ്പിനെഫ്രിൻ, മറ്റേത് നോർ എപ്പിനെഫ്രിൻ. ഈ 2 കെമിക്കലുകളാണ് ശരിക്ക് വൈകാരിക തലത്തോട് കൂടിയുള്ള ഓർമ്മകൾ നമ്മുടെ തലച്ചോറിൽ ആലേഖനം ചെയ്യുന്നത്. ആലേഖനം ചെയ്യുക എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 2 നാഡീകോശങ്ങൾക്കിടയിലുള്ള പാത ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അതായത് ഈ 2 നാഡീകോശങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ശക്തിപ്പെടുത്തുകയും ആ കമ്മ്യൂണിക്കേഷൻ സ്ട്രോങ് ആകും തോറും നിങ്ങൾ എത്ര കൂടുതൽ പ്രാവശ്യം ഒരു ഇമോഷണൽ കാര്യത്തിലൂടെ കടന്നു പോകുന്നോ അത്രയും പ്രാവശ്യം ആ നാഡി പാത ശക്തിപ്പെടും. ഇപ്പോൾ ചില സങ്കടങ്ങൾ നമുക്ക് വേറെ ചില സങ്കടങ്ങൾ കൂടി ഉണ്ടാക്കും. ഞാനിവിടെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹം സിനിമാ പാട്ടുകളെക്കുറിച്ച് എന്നോട് സംസാരിക്കുകയായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ എന്തുകൊണ്ടാണ് ചിലപ്പോൾ നമുക്ക് സങ്കടമുള്ള പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സങ്കടമുള്ള ചില കാര്യങ്ങൾ ഓർമ്മ വരുന്നത്. മ്യൂസിക് ഒരു ഭയങ്കര പവർഫുള്ളായിട്ടുള്ള കാര്യമാണ്. എനിക്കൊന്നും ഈ കുട്ടികൾക്ക് മനസ്സിലായില്ലെങ്കിലും കുറച്ച് പ്രായമുള്ള എല്ലാവർക്കും ഇത് മനസ്സിലാവേണ്ടതാണ്. എന്തുകൊണ്ടാണ് ചില പാട്ടുകൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ലോവസ്റ്റ് മൊമെൻറ്റ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ചില പാട്ടുകൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ചില കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോഴൊക്കെ ഒരേ വൈകാരിക തലമുള്ള അവസ്ഥകളുണ്ടാകുന്നു അപ്പോഴെല്ലാം ഈ 2 കെമിക്കലുകളും ഏത് നാഡീകോശങ്ങൾ തമ്മിലാണോ ഈ ബന്ധം ഉണ്ടായിട്ടുള്ളത് ആ ബന്ധത്തിനെ വീണ്ടും 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 ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് വേറൊരു രീതിയിൽ പറഞ്ഞാൽ എങ്ങനെയാണ് വേർഡ്സിലിടുക എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ നമ്മുടെ വീടുകളിലൊക്കെ കേൾക്കുന്ന ചില പരാതികളുണ്ടല്ലോ, അല്ലെങ്കിലും നിങ്ങൾ പണ്ട് മുതൽക്കേ ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ കേൾക്കുന്ന ചില പരാതി, അതിന് സ്ത്രീവിരുദ്ധമല്ലാത്ത രീതിയിൽ പറയാൻ നോക്കട്ടെ. ഏതായാലും എൻ്റെ ഭാര്യ എന്നോട് പറയുന്ന പ്രധാന കാര്യങ്ങളിലൊന്നാണ്, ഇത് പുതിയ കാര്യമല്ലല്ലോ, അല്ലെങ്കിലും നിങ്ങൾ ഈ കാര്യത്തിൽ ഇങ്ങനെയൊക്കെയല്ലേ ചെയ്തിട്ടുള്ളത്. അതായത് ഒരു സങ്കടം എന്ത് ചെയ്യുന്നു, അതിനോട് സിമിലറായിട്ടുള്ള എല്ലാ അവസ്ഥകളെയും ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു അപമാനം, ഏറ്റവും നല്ലത് അപമാനം, ഒരു പ്രത്യേക രീതിയിലുള്ള അപമാനം ഇതിനു മുൻപ് അത്തരം അപമാനങ്ങളെ എല്ലാം ഓർമ്മിപ്പിക്കുമെന്നുള്ളതാണ്. ഇതാണ് വൈകാരിക തലത്തിലാണ് ഓർമ്മയുള്ളതെങ്കിൽ നടക്കുക. ഇതിൻ്റെ ഒരു മെച്ചമാണ് നമ്മൾ കണ്ടത്. അതായത് വളരെ സന്തോഷം തരുന്നൊരു വ്യക്തിയെ പെട്ടെന്ന് അമ്മ എന്ന് വിളിച്ചിട്ട് നമ്മൾ തിരുത്തുന്നത് പോലെ ഒരു അപമാനം ഉണ്ടാകുമ്പോൾ ആ അപമാനം ഉണ്ടാക്കിയതിന് സമാനമായിട്ട് ഏതൊക്കെ അപമാനം ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം ഇതിൻ്റെ കൂടെ വരാൻ കാരണം ഈ 2 കെമിക്കലുകളാണ്. ഇനി ഇങ്ങനെ അല്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ എത്തി എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്മുടെ തലച്ചോറിൽ നിന്ന് ഈ വിവരങ്ങൾ എന്ത് ചെയ്തു, ഒസിപിറ്റൽ ലോബിൽ നിന്ന് നമ്മൾ കാഴ്ചയിലൂടെയാണ് ഈ വിവരങ്ങൾ സ്വായത്തമാക്കിയതെങ്കിൽ അത് ഈ മഞ്ഞ നിറത്തിൽ നമ്മൾ കാണുന്ന ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഈ ഹിപ്പോ ക്യാമ്പസിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് തിരിച്ച് വീണ്ടും തലാമസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരും. ഈ തലാമസിനകത്ത് 2 തരം തലച്ചോറിൻ്റെ ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഏതായാലും അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്നും ഈ വിവരം ഞാൻ നേരത്തെ പറഞ്ഞ
പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിലേക്ക് വരും. അത് നമ്മുടെ തലച്ചോറിൻ്റെ ഏറ്റവും മുൻഭാഗത്തേക്ക് വരും. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 3 പേർ വന്നപ്പോൾ അതിൽ ഒരാളെയാണ് ഓർക്കേണ്ടത് എന്ന തീരുമാനം ഉണ്ടാകുന്നത്. അതായത് പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ആണ് നമ്മുടെ തലച്ചോറിന് പറഞ്ഞു കൊടുക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ടത് ഏതാണ്, പ്രധാനമല്ലാത്തത് ഏതാണ് എന്ന് കരുതി പ്രധാനമല്ലാത്തതെല്ലാം തലച്ചോറ് മറന്നു പോവുകയല്ല, അത് കംപ്ലീറ്റ്ലി ഡിലീറ്റ് ചെയ്യുകയല്ല. പകരം അങ്ങോട്ടുള്ള എന്താ പറയുക, ഈ നാഡീകോശങ്ങളുടെ ബന്ധം കുറവായിരിക്കും. ഏതിനോട് തുലനം ചെയ്യുമ്പോൾ ഈ പ്രധാനമെന്ന് നമ്മുടെ തലച്ചോറ് മാർക്ക് ചെയ്ത പാതകൾ വളരെ സ്ട്രോങ്ങും മറ്റേത് കുറച്ച് വീക്കും ആയിരിക്കും. ഏതെങ്കിലും കാരണവശാൽ ഈ പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഓർത്തെടുക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ഉടനെ തന്നെ നമ്മുടെ തലച്ചോറിന് അതിനോട് ചുറ്റിപ്പറ്റിയുള്ള മറ്റ് കാര്യങ്ങൾ ഓർക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് ഈ പ്രീഫ്രണ്ടൽ കോർട്ടെക്സിൻ്റെ തിരഞ്ഞെടുപ്പാണ്. ഓക്കെ, ഇനി നോക്കുക. ഇതേപോലെ തന്നെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മൾ എങ്ങനെയാണ് മെമ്മറീസ് തിരിച്ചെടുക്കുന്നത്. ഒരാളെക്കുറിച്ച് നമ്മുടെ ആലോചന, ഈ ഒരാളെക്കുറിച്ചുള്ള നമ്മുടെ ആലോചന പലപ്പോഴും പുനഃസൃഷ്ടിക്കപ്പെടുന്നതാണ്. ഇവിടെ ആരോ നേരത്തെ പറഞ്ഞതുപോലെ പുനരാവിഷ്കരിക്കുകയാണ് നമ്മുടെ തലച്ചോറ് സ്ഥിരം ചെയ്യുന്നത്. നമ്മുടെ തലച്ചോറ് ഒരു ഓർമ്മ അങ്ങനെ തന്നെ എടുക്കുകയല്ല, പകരം അതിനെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ നമ്മൾ പുനരാവിഷ്കരിക്കുകയാണ്. അപ്പോൾ അതിന് ഒരു വലിയ പ്രശ്നമുണ്ട്. അങ്ങനെ സെലക്റ്റീവ് മെമ്മറി എന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ വലിയ പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിവാർഡ് മെക്കാനിസം ഇതിൻ്റെ കൂടെ വർക്ക് ചെയ്യും. റിവാർഡ് മെക്കാനിസം എന്നുള്ള ഒരു പാത കൂടിയുണ്ട്. പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. അതായത് ഇപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഉദാഹരണം എടുക്കട്ടെ. ഇപ്പോൾ എൻ്റെ അമ്മ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇത് ഒരുപക്ഷെ എല്ലാവരുടെയും വീടുകളിലൊക്കെ നടക്കുന്നതാണ്. ഈ നമ്മുടെ ചില കാര്യം നടക്കുന്നതിന് മുൻപ് ഞാൻ ഇന്നലെ വിചാരിച്ചേ ഉള്ളൂ ഇതിങ്ങനെ നടക്കുമെന്ന്. മിക്കവാറും ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കാര്യം കൂടിയായിരിക്കും. അപ്പോഴാണിത് എന്താ പറയുക, അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക്. ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു ബന്ധുവിൻ്റെ മരണം, ഞാൻ ഇന്നലെ ഇങ്ങനെ വിചാരിച്ചേ ഉള്ളൂ ഈ മരണം നടക്കാൻ സാധ്യതയുണ്ട്. ഇന്നലെ അയാളെ പറ്റി ഓർത്തു, അല്ലെങ്കിൽ ഇന്നലെ അവരെ പറ്റി ഓർത്തു, ഇന്നിപ്പോൾ ആ വാർത്തയാണ് വന്നിരിക്കുന്നത്. ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ തന്നെ നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം എന്നെ പഠിപ്പിച്ചൊരു അധ്യാപകനുണ്ട്, അതിന് മ്യൂസിക് ഭയങ്കര കാര്യമാണ്. കുമാർ ഗന്ധർവ എന്ന് പറഞ്ഞ ഒരു പാട്ടുകാരനുണ്ട്, നിങ്ങൾക്ക് പരിചയം ഉണ്ടാവുന്നതായിരുന്നു. കുമാർ ഗന്ധർവ മരിക്കുന്നതിന് തൊട്ട് തലേ ദിവസം ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് കുമാർ ഗന്ധർവയുടെ പാട്ട് കേട്ടത്. പ്രത്യേക എഫെക്ഷനുള്ള ഒരു ആളാണ് കുമാർ ഗന്ധർവ. അപ്പോൾ നാളെ നമ്മൾ പറയുകയാണ്, എന്താണ്, നമ്മൾ ആ പാട്ട് തലേ ദിവസം കേട്ടതാണ്, പിറ്റേ ദിവസം നമ്മളെ തേടിയെത്തിയത് അദ്ദേഹത്തിൻ്റെ മരണ വാർത്തയാണ്. എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ വളരെ വ്യാപകമായി യൂസ് ചെയ്യുന്നൊരു പ്രയോഗം കൂടിയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അപ്പോൾ ഇത് സംഭവിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ തലച്ചോറിനകത്ത് ഒരു റിവാർഡ് മെക്കാനിസം ഉണ്ട്. ആ റിവാർഡ് മെക്കാനിസം വർക്ക് ചെയ്യുന്നത് ഭയങ്കര രസമായിട്ടാണ്. നമ്മൾ ഒരു കാര്യം ഓർക്കുന്നു, അത് ശരിയാകുന്നു, നടക്കാൻ പോകുന്നൊരു കാര്യം ഓർത്തു. ഇപ്പോൾ ഇത് പറഞ്ഞ പോലെ ഒരാളുടെ മരണം നമ്മൾ അല്ലെങ്കിൽ അയാളെക്കുറിച്ച് ഓർത്തു, പിറ്റേ ദിവസം അയാളുടെ മരണ വാർത്ത എത്തുന്നു. ഇതൊരു സ്പെഷ്യൽ ഇവൻ്റാണ്. ഈ സ്പെഷ്യൽ ഇവൻറ്റിന് ഭയങ്കര അറ്റൻഷൻ കിട്ടും തലച്ചോറിൽ. ഇനി ഇതുപോലെ 10 ദിവസം നമ്മൾ 10 പേരെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാകും. 9 ദിവസവും എന്ത് സംഭവിച്ചില്ല, പ്രത്യേകമായിട്ട് ഒന്നും സംഭവിച്ചില്ല. ഈ 9 ദിവസത്തെ ഇവൻറ്റും മറക്കുകയാണ് നമ്മുടെ തലച്ചോറ് ചെയ്യുക. എന്നിട്ട് ഈ 10ാമത്തെ ഒരു കാര്യം മാത്രം സെലക്റ്റീവ്ലി ഓർത്ത് വെക്കുക. ഇനി ഇങ്ങനത്തെ 4 ഇവൻറ്റ് നമ്മുടെ ജീവിതകാലത്തിൽ നടന്നു എന്ന് വിചാരിക്കുക. പിന്നെ നമ്മളിത് പറയുന്നത് ഇങ്ങനെയാണ്, അതായത് ഞാൻ ഓർത്താൽ, ഇത് ഞാനീ പറഞ്ഞ എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള എത്ര കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നടക്കാനുള്ള പ്രധാന കാരണം, ഇനി ഇതിനെ എതിർത്ത് തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. നമുക്ക് വളരെ വേണ്ടപ്പെട്ടവർ വളരെ ബോധ്യത്തോടു കൂടിയാണ് ഇത് പറയുന്നത്. ഇങ്ങനൊരു വാർത്ത വരുമെന്ന് ഞാൻ ഇന്നലെ വിചാരിച്ചേ ഉള്ളൂ എന്ന് എത്രയോ നിങ്ങളുടെയൊക്കെ വീടുകളിൽ നടക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് ഒരു സെലക്റ്റീവ്നെസ്സാണ്. ഇത് സാധ്യമാക്കുന്നതും പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ആണ്. കാരണം ഇതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ഇവൻറ്റിനെ നമ്മൾ കണക്ട് ചെയ്തു. അപ്പോൾ ഒരു റിവാർഡ് മെക്കാനിസം ആക്ടിവേറ്റ് ചെയ്തു, നമ്മൾ ഇങ്ങനെ ചെയ്തു, ഇങ്ങനെ കിട്ടി, ഓക്കെ. നമ്മളതിനെ സ്പെഷ്യലായിട്ട് നമ്മളാണ് സ്പെഷ്യലാക്കുന്നത്. നമ്മളതിനെ സ്പെഷ്യലാക്കുന്നതോടുകൂടി ഇനി അങ്ങനെയുള്ള സ്പെഷ്യാലിറ്റിയുടെ കൂടെ എല്ലാം ഇതിനെ നമ്മൾ ചേർത്ത് വയ്ക്കും. ഇങ്ങനെയാണ് പലപ്പോഴും അത്ഭുത സാക്ഷ്യങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ലോകത്തുള്ള എല്ലാ അത്ഭുത സാക്ഷ്യങ്ങളും ഉണ്ടായിട്ടുള്ളത് ഇങ്ങനെയാണ്, ഈ പറയുന്ന സെലക്റ്റീവ് ഫോൾസ് മെമ്മറി ഫോർമേഷൻ്റെ ഭാഗമായിട്ടാണ്. അപ്പം അതുകൊണ്ടാണ് അവർ നുണ പറയുന്നതല്ല. നമ്മൾ പലപ്പോഴും അതിനെ
നമ്മൾ പലപ്പോഴും അതിനെ എതിർക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുന്നവർ നുണ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ശരിക്കും അവരാരും നുണ പറയുകയല്ല, അവർ വളരെ സത്യസന്ധമായി കാര്യം പറയുകയാണ്. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, അവർ മനസ്സിലാക്കാത്തത് നമ്മുടെ തലച്ചോറിൻ്റെ ഒരു ന്യൂനതയാണ് എന്നുള്ളതാണ്. നമ്മൾ പൊതുവിൽ രണ്ടു വട്ടം ആലോചിക്കും അല്ലേ. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ കുമാർ ഗന്ധർവയുടെ ഉദാഹരണം ഞാൻ ഒരിക്കലും ഒരു വേദിയിൽ പോയി പറയില്ല. എങ്ങനെ പറയില്ല? അതായത് ഞാനിങ്ങനെ കേട്ടു അതിൻ്റെ പിറ്റേ ദിവസം അങ്ങനെ പറയില്ല. അങ്ങനെ പറയാത്തതിന് കാരണം ഈ ധാരണ നമ്മൾ മനസ്സിലാക്കുന്നതുകൊണ്ട് കൂടിയാണ്. അതായത് തലച്ചോറിന് ഇങ്ങനെ ഒരു ന്യൂനത ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് കൂടിയാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇത്തരം വിശ്വാസ കാര്യങ്ങളിലേക്കെല്ലാം എളുപ്പത്തിൽ വീണു പോകും. ഓക്കെ, ഇതേപോലെയാണ് ഈ ഒരു പടി കൂടി കടന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴ ആയതുകൊണ്ട് പറയാം, മറ്റേ ഒരു പത്രം ഉണ്ടല്ലോ, കൃപാസനം. ഈ കൃപാസനത്തിൻ്റെ എല്ലാ അനുഭവ സാക്ഷ്യങ്ങളും സത്യത്തിൽ നടക്കുന്നത് ഇങ്ങനെയാണ്. അതായത് 50 കാര്യങ്ങൾ ആഗ്രഹിച്ചിരുന്നു 50 ദിവസങ്ങളിലായിട്ട്. അതിൽ ഒരെണ്ണം നടന്നു കഴിഞ്ഞാൽ ഒരെണ്ണം നടക്കുന്നതിനെ പ്രത്യേകമായി ഓർത്തു വയ്ക്കാനുള്ള ഒരു രീതിയാണ് നമുക്കുള്ളത്. ഓക്കെ, ഐഡിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്തരം പ്രോബ്ലംസ് കൂടി എന്തിനുണ്ട്? നമ്മുടെ മെമ്മറിയുമായിട്ട് ഉള്ള പ്രശ്നത്തിനുണ്ട്. ഇനി നമ്മുടെ ഈ ലോങ് ടേം മെമ്മറിക്കകത്ത് തന്നെ ഈ ലോങ് ടേം മെമ്മറിയെ പൊതുവിൽ നമ്മൾ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുക, ഡിക്ലറേറ്റീവും പ്രൊസീജിയറിലും. അവിടെയാണ് താങ്കൾ നേരത്തെ പറഞ്ഞ നമ്മൾ സൈക്കിൾ ചവിട്ടുന്നതിൻ്റെ കാര്യങ്ങളും പിന്നെ നീന്തുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിനകത്തൊന്നും നമ്മുടെ തലച്ചോറിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഇൻവോൾവ് അല്ല. പകരം അത് ഒരിക്കൽ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ, CD-യിൽ ബേൺ ചെയ്യുന്ന പോലെയാണ്, ഒരിക്കൽ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ എൻകോഡഡ് ആണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ അത് റിട്രീവ് ചെയ്യാനായിട്ട് പറ്റും. ഈ ചിലർ ചായ അടിക്കുന്നത് കണ്ടിട്ടുണ്ട്, ഭയങ്കര ആർട്ടിസ്റ്റിക്കായിട്ട്. അതവർ വളരെ എഫേർട്ട് എടുത്തൊന്നും ചെയ്യുന്നതല്ല. കുറച്ച് കാലം കഴിയുമ്പോൾ അതങ്ങനെയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ വാട്സപ്പിൽ വരുന്ന റീലുകളിൽ ഒരു പ്രധാന സംഭവമാണ് പൊറോട്ട അടിച്ചിട്ട് ഒരു അടി അടിച്ചിട്ട് ഇങ്ങനെ വലിച്ചെറിയുകയും അത് അപ്പുറത്ത്. അപ്പോൾ നമ്മൾ വിചാരിക്കും എത്ര കോർഡിനേഷൻ വേണമെന്നാണ്. എത്ര കോർഡിനേഷൻ ഉണ്ടെങ്കിലാണ് ഇത്. കോർഡിനേഷനേ അല്ല ഇത്. ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ആദ്യത്തെ പല പ്രാവശ്യം ഇത് വീണു പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ആദ്യത്തെ പല പ്രാവശ്യം ഇതെന്ത് ചെയ്തിട്ടുണ്ട്, വഴിയിൽ വീണു പോയിട്ടുണ്ട്, തെറിച്ച് പോയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ ശേഷം ഇത് നമ്മുടെ പ്രൊസീജിയറൽ മെമ്മറിയുടെ ഭാഗമാകും. ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കൊട്ടിൽ അതിന് പിന്നെ ആലോചനയില്ല. നമ്മുടെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ഇടപെടണ്ട. ഈ പറഞ്ഞ ഐഡിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിനകത്ത് തന്നെ ഇതിനെ പൊതുവിൽ രണ്ടായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇത് കാണാൻ കഴിയുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. നമ്മൾ ഒരു പുതിയ ഭാഷ പഠിക്കുന്നത് തമിഴോ മലയാളമോ ഹിന്ദിയോ ഇംഗ്ലീഷോ ഒക്കെ നമ്മൾ മസിൽ മെമ്മറി, പ്രൊസീജിയറൽ മെമ്മറിയെ മസിൽ മെമ്മറി എന്നും വിളിക്കാറുണ്ട്. പൊതുവിൽ പ്ലാസ്റ്റിസിറ്റി, മസിൽ മെമ്മറി എന്ന് പറയുന്ന വാക്കുകളൊക്കെ ഞാൻ ഒഴിവാക്കി സംസാരിച്ചെന്നേ ഉള്ളൂ. മസിൽ മെമ്മറി എന്ന് പറയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പുതിയ ലാംഗ്വേജ് പഠിക്കുന്നതെല്ലാം നമ്മൾ ഇപ്പോൾ ഒരു ചെറിയ കുട്ടി എങ്ങനെയാണ് ലാംഗ്വേജ് പഠിക്കുന്നതെന്ന് ശ്രദ്ധിച്ചാൽ ആദ്യം അർത്ഥമറിയാതെ വാക്കുകളാണ് പഠിക്കുന്നത്. അതിനുശേഷം വളരെ വൈകിയാണ് ഈ വാക്കുകൾ തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്താൽ അതിന് അർത്ഥപൂർണമായ ഒരു വരി ഉണ്ടാക്കാനുള്ള കഴിവുണ്ടെന്ന് തിരിച്ചറിയുന്നത്. കുട്ടി ആദ്യം വാക്കുകളാണ് പഠിക്കുന്നത്, കുറേ വാക്കുകളാണ് പഠിച്ചു പോകുന്നത്. അതിനുശേഷമാണ് അർത്ഥപൂർണമായ ഒരു വരി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതേപോലെ ഇതെല്ലാം സെമാൻറ്റിക് മെമ്മറി എന്ന് പറയുന്ന സ്ഥലത്താണ് വരിക. അതേസമയം ഈ ലോങ് ടേമിൽ തന്നെ എപ്പിസോഡിക് മെമ്മറി, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വൈകാരിക അംശങ്ങളുള്ള സ്ഥലവും സമയവും ഉൾപ്പെടെ നമ്മൾ ഓർത്തു വയ്ക്കുന്ന കാര്യങ്ങൾ വരുന്നത്. അതാണ് എപ്പിസോഡിക് മെമ്മറി എന്ന് പറയുന്നത്. ഈ മൂന്നാമത്തതാണ് നേരത്തെ പറഞ്ഞതുപോലെ മോട്ടോർ സ്കിൽസ് എല്ലാം. ക്രിക്കറ്റ് കളിക്കാൻ ഇതിനു മുമ്പ് ഒരിക്കൽ ഒരു വേദിയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ക്രിക്കറ്റ് പിച്ചിൻ്റെ നീളം എന്ന് പറയുന്നത് 22 യാർഡാണ്. ഷോയബ് അക്തർ ബോൾ ചെയ്യുന്നത് 150 km/h. നമ്മളൊരു സിമ്പിൾ മാത്തമാറ്റിക്സ് ചെയ്താൽ ഷോയബ് അക്തർ എറിഞ്ഞ ശേഷം എങ്ങോട്ട് കളിക്കണമെന്ന് ബാറ്റ്സ്മാന് തീരുമാനിക്കാൻ പറ്റില്ല. വെരി സിമ്പിൾ ഫിസിക്സിൽ ആലോചിച്ച് കഴിഞ്ഞാൽ 150 km/h 150 km/h ഷോയബ് അക്തർ ബോൾ ചെയ്യുന്നത്. ആകെ 22 yards ആണ് നമ്മുടെ പിച്ചിൻ്റെ ലെങ്ത്ത്. അപ്പോൾ അയാൾ ബോൾ ചെയ്ത ശേഷം, ബോൾ പിച്ച് ചെയ്ത ശേഷം കാലെങ്ങനെ വെച്ച് എവിടെ കളിക്കണമെന്ന് ഒരിക്കലും തീരുമാനിക്കാൻ പറ്റില്ല. ഓക്കെ, എത്ര സ്പീഡിൽ വന്നാലും
ബാറ്റിൽ കൊള്ളിക്കാൻ പറ്റില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ബാറ്റിൽ കൊള്ളിക്കുന്നതല്ല എൻ്റെ പ്രശ്നം. ഞാനിവിടെ വന്നിട്ട് തീരുമാനിക്കണ്ടേ ഈ ബോൾ കവർ ഡ്രൈവ് ചെയ്യണോ, കുക്ക് ചെയ്യണോ, അല്ലെങ്കിൽ ലോങ് ഓണിൽ കളിക്കണോ? ഇത് തീരുമാനിക്കാനുള്ള സമയം വേണമല്ലോ. ഈ തീരുമാനം എടുക്കണ്ടേ? ഞാൻ എക്സാക്ട്ലി ഞാൻ അതിനെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അതായത് കുറച്ച് കഴിയുമ്പോൾ ഇത് പ്യുവർലി മസിൽ മെമ്മറിയാണ്. അല്ലാതെ എന്ത് ചെയ്യുന്നില്ല, ഈ ബോള് കയ്യിൽ നിന്ന് റിലീസ് ചെയ്ത ശേഷം ഫ്രണ്ട് ഫുട്ടിൽ കളിക്കണം എന്ന് തീരുമാനിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ ഐഡിയ മനസ്സിലായിരിക്കുന്നത്. ഇത് പ്യുവർലി എന്താണ്, നമ്മുടെ മോട്ടോർ സ്കില്ലിൻ്റെ ഭാഗമായിട്ട് വരുന്ന പ്രൊസീജിയറൽ മെമ്മറിയാണ്. ഡാൻസ് പലപ്പോഴും ഈ തലത്തിലേക്ക് പോകുന്ന ഒന്നാണ്. അപ്പോൾ ഇതൊന്നും, അതായത് എല്ലാ ഓർമ്മകളും നമ്മുടെ തലച്ചോറ് ഒരേ രീതിയിലല്ല ഓർത്ത് വെക്കുന്നത് എന്ന് പറയാൻ കൂടിയാണ് ഞാൻ ശ്രമിക്കുന്നത്. ഓരോന്നും ഓരോ തരത്തിലാണ്. ഈ ഓരോ തരത്തിലായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ജ്യോതിഷ് ബ്രഹ്മിയൊന്നും കഴിച്ചിട്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്നുള്ളതാണ്. പൈസ ഉണ്ടെങ്കിൽ ജ്യോതിഷ് ബ്രഹ്മി വാങ്ങിച്ച് കഴിക്കാം, അതിൽ തെറ്റില്ല. പക്ഷേ അത് ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ഓർമ്മയെ എന്ത് ചെയ്യില്ല, സ്വാധീനിക്കില്ല. ആകെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം തലച്ചോറിനെ സംബന്ധിച്ചിടത്തോളം, ഞാൻ നേരത്തെ പറഞ്ഞ 8600 കോടി നാഡീകോശങ്ങളുണ്ട്. അവരുടെ ബന്ധം ശക്തിപ്പെടുത്താനുള്ള എന്തെങ്കിലും കഴിച്ചാൽ മെച്ചം ഉണ്ടാകും. പക്ഷേ അതുകൊണ്ട് ഏതെങ്കിലും പ്രത്യേക തരത്തിലുള്ള ഓർമ്മ തന്നെ ഉണ്ടായിക്കൊള്ളണം എന്നുള്ള വാശിയൊന്നും നമുക്ക് പിടിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഇന്നത് നല്ലതാണ്, ഇത് കഴിച്ചാൽ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടും എന്നൊക്കെ പറയുന്നതെല്ലാം ഈ കാറ്റഗറിയിൽ വരുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മെമ്മറിയെ മാത്രമായിട്ട് ബൂസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ആകെ പറ്റുന്നത് ഈ നാഡീകോശങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കൂട്ടാനുള്ള കാര്യങ്ങൾ കഴിക്കാമെന്നുള്ളതാണ്. പൊതുവിൽ വാൾനട്ട് പോലുള്ള നട്ടുകളെല്ലാം എന്താ പറയുക, നമ്മുടെ തലച്ചോറിനകത്ത് ചില കെമിക്കലുകളുടെ പ്രൊഡക്ഷൻ കൂട്ടും. ഇതെല്ലാമാണ് ആ കാണുന്ന കെമിക്കലുകൾ. ഈ കെമിക്കലുകളിലെല്ലാം പ്രൊഡക്ഷൻ കൂട്ടും. ഇതിനെല്ലാം തന്നെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്നാണ് നമ്മൾ വിളിക്കുക. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എല്ലാം, അപ്പോൾ ഇതിനകത്ത് ഇത് ഗ്ലൂട്ടമേറ്റ് എന്ന് പറയുന്ന ഒരു കെമിക്കലാണ്. ഇത് അസറ്റൈൽ കോളിൻ എന്ന് പറയുന്ന ഒരു കെമിക്കലാണ്. ഈ കെമിക്കലുകളെല്ലാമാണ് സത്യത്തിൽ എന്താ പറയുക, നമ്മൾ എങ്ങനെ പെരുമാറണം എന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ ഭംഗി പോകുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. നിങ്ങളുടെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സിലേക്ക് ഈ മോളിക്യൂൾ, ഇതിൻ്റെ പേര് ഡോപ്പമീൻ എന്നാണ്, ഈ മോളിക്യൂൾ എത്ര വരുന്നു എന്നുള്ളതനുസരിച്ചാണ് നിങ്ങൾ പ്രണയത്തിലാണോ അല്ലയോ എന്ന് തലച്ചോറ് തീരുമാനിക്കുന്നത്. ഒരു പ്രത്യേക അളവിൽ ഡോപ്പമീൻ പ്രീഫ്രണ്ടൽ കോർട്ടെക്സിൽ വരുമ്പോഴാണ് പ്രണയം ഉണ്ടാകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ബാക്കി റിയാക്ഷൻസ് എല്ലാം ഉണ്ടാകുന്നത്. ആ അളവ് കുറച്ചങ്ങ് കൂടിപ്പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥയുടെ പേരാണ് സ്കീസോഫ്രീനിയ. ആ അളവ് വല്ലാതെ കുറഞ്ഞു പോയാൽ ഉണ്ടാകുന്ന അവസ്ഥയുടെ പേരാണ് പാർക്കിൻസൺസ്. അതായത് ബേസിക്കലി ഇതെല്ലാം എങ്ങനെ, ഏത് തരം ന്യൂറോ ട്രാൻസ്മിറ്റർ നിങ്ങളുടെ തലച്ചോറിൻ്റെ ഏത് ഭാഗത്ത് എത്രത്തോളം ഉണ്ട് എന്നുള്ള തലത്തിലേക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന് കരുതി അത് കംപ്ലീറ്റ്ലി സിംപ്ലിഫൈ ചെയ്ത് അവിടെ കൊണ്ടേ നിർത്താം എന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ചെയ്യാനായിട്ട് കഴിയില്ല. ഒരു കാലഘട്ടത്തിൽ എന്താ പറയുക, ഈ ന്യൂറോ സൈക്കോളജിയിലും ന്യൂറോ ഫിസിയോളജിയിലും ഒക്കെ തന്നെ തലച്ചോറിൻ്റെ റൈറ്റ് ഹാഫും തലച്ചോറിൻ്റെ ലെഫ്റ്റ് ഹാഫും എന്ന് ഡിവൈഡ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. തലച്ചോറിൻ്റെ റൈറ്റ് ഹാഫാണ് ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യുന്നത്, ലെഫ്റ്റ് ഹാഫ് ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. ഇന്ന് ആരും അങ്ങനെയൊന്നും സംസാരിക്കാറില്ല. അങ്ങനെയൊന്നും സംസാരിക്കാത്തതിന് കാരണം അതൊന്നും അങ്ങനെ അല്ല എന്ന് നമുക്കിന്ന് അറിയാമെന്നുള്ളതാണ്. സ്പീച്ച് ഏതെങ്കിലും ഒരു ഭാഗത്തല്ല, നിങ്ങളുടെ ആക്ഷൻസ് ഏതെങ്കിലും ഒരു ഭാഗത്തല്ല, നിങ്ങളുടെ ലാംഗ്വേജ് സ്കില്ല് ഏതെങ്കിലും ഒരു ഭാഗത്തല്ല, അത് ബ്രെയിനിൽ കംപ്ലീറ്റ്ലി പടർന്നു നിൽക്കുകയാണ്. ശരിക്കും ഈ പറയുന്ന വിവിധ ബ്രെയിൻ സ്ട്രക്ചേഴ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് ഒരു കാര്യത്തിനെ എഫക്റ്റീവ് ആക്കുന്നതും അല്ലാതാക്കുന്നതും. ഓക്കെ, ഇത് സാധ്യമാക്കുന്നത് അഗെയിൻ കോണ്ടെക്സ്റ്റ് ആണ്. കേൾക്കുന്നില്ല. അസുഖങ്ങൾ, ആക്സിഡൻ്റ് ഉണ്ടാകുമ്പോൾ ഓക്കെ രണ്ട് തരം ചോദ്യങ്ങളാണ്. ഞാൻ ഇതാദ്യം ഉത്തരം പറയാം, എന്നിട്ട് അതിലോട്ട് വരാം. അതായത് അങ്ങനെയാണ് നമ്മൾ തലച്ചോറിനെ കുറിച്ച് പഠിച്ചതെല്ലാം തന്നെ. പക്ഷേ പലപ്പോഴും ഒരു പ്രത്യേക കാര്യം നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചത് ആ പ്രത്യേക കാര്യമാണ് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അത് നമ്മൾ പഠനവിധേയമായോ അല്ലെങ്കിൽ അത് നമുക്ക് എന്താ പറയുക കാണാൻ കഴിഞ്ഞോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ ഇടത് തലച്ചോറിന് ഒരു ക്ഷതം സംഭവിക്കുകയും വലതുവശത്തുള്ള കൈ അനക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുക. നമ്മൾ കൈ മാത്രമാണ് അനക്കാൻ കഴിയാതിരിക്കുന്നത്, അല്ല വയറ്റിൽ ഈ പേശി അനക്കാൻ കഴിയുന്നത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് അല്ലാതാകും.
ഓക്കെ. അതേസമയം വളരെ പ്രിസൈസായിട്ട് നമുക്ക് തലച്ചോറിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിനെ മാത്രമായിട്ടൊക്കെ പരിക്കേൽപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടി കൃത്യമായിട്ട് ആ ഭാഗമാണ് ഇന്ന കാര്യത്തിന് റെസ്പോൺസിബിൾ എന്ന് പറയും. ഇപ്പോൾ ഇങ്ങനെയാണ് ഈ അമിഗ്ദല ആണ് ഇമോഷണൽ ആയിട്ടുള്ള മെമ്മറി സ്റ്റോർ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ കണ്ടുപിടിച്ചത്. അമിഗ്ദലയ്ക്ക് പരിക്ക് പറ്റിയ മനുഷ്യരിൽ ഇമോഷണൽ മെമ്മറി ഇല്ലാതായിട്ടാണ്. ഞാൻ ഉത്തരം പറഞ്ഞെന്ന് വിചാരിക്കുന്നു. ഇനി സാറ് ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മൾ പേരുകൾ ഓർത്ത് വയ്ക്കുന്നത് പലപ്പോഴും കോണ്ടെക്സ്റ്റുവലായിട്ട് കൂടിയാണ്. കോണ്ടെക്സ്റ്റുവലായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ന് ഇവിടെ വെച്ച് ഞാൻ കാണുന്ന ഒരാളെ നാളെ ട്രെയിനിൽ വെച്ച് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഓർത്തോളണമെന്നില്ല. കാരണം എൻ്റെ കോണ്ടെക്സ്റ്റ് മാറി. എൻ്റെ കോണ്ടെക്സ്റ്റ് മാറിക്കഴിഞ്ഞാൽ എൻ്റെ തലച്ചോറ് റിട്രീവ് ചെയ്യുന്ന രീതി മാറി. അപ്പം സംസാരിക്കുമ്പോൾ പരിചയമുള്ള ആളാണ് എന്നെനിക്കറിയാം. കാരണം നമുക്ക് രണ്ടുപേർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ ഈ കോണ്ടെക്സ്റ്റിലല്ല ആ സംസാരം ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നാട്ടിൽ വെച്ച് മാത്രം കണ്ടിട്ടുള്ള രണ്ട് മനുഷ്യരെ പെട്ടെന്ന് വിദേശത്ത് ഒരു സ്ഥലത്ത് വെച്ച് കണ്ടാൽ ഒരുപക്ഷെ എന്ത് ചെയ്യാൻ കഴിഞ്ഞേക്കില്ല, പേര് ഓർത്തെടുക്കാൻ കഴിഞ്ഞേക്കില്ല. പിന്നെ ഇനി പറയാൻ പോകുന്നൊരു ഇച്ചിരി ഞാൻ പറയാൻ പാടില്ലാത്ത കൂടിയാണ്. ഏജ് ഒരു ഡിറ്റർമിനൽ ഫാക്ടറാണ്. പ്രായം ഒരു വലിയ ഫാക്ടറാണ് ഇതിനകത്ത്. ഓക്കെ, ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് എല്ലാം ജനറൽ കേസുകളാണ് എന്ന് കാണണം. ഇതിനകത്ത് പല ഫാക്ടേഴ്സ് വരും. പ്രായം, പിന്നെ ചില ജീവിത സാഹചര്യങ്ങൾ, അതെല്ലാം എന്ത് ചെയ്യും, നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തന രീതിയെ മാറ്റും. ഞാൻ വെറുതെ ചെറിയൊരു ഉദാഹരണം പറയാം. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ചെമ്പുകൊട്ടി രോഗം എന്ന് പറഞ്ഞൊരു രോഗം ഉണ്ടായിരുന്നു. എനിക്കറിയില്ല, എനിക്ക് പരിചയമുണ്ട്. ചെമ്പ് പാത്രം ഉണ്ടാക്കുന്നത് ഈ കൂടം കൊണ്ട് അടിച്ചാണ്, മരക്കൂടം കൊണ്ട് അടിച്ചാണ്. അതിലിങ്ങനെ അടിച്ച പാട് കാണുമല്ലോ. ഇതുണ്ടാക്കുന്ന ആൾക്ക് ആ ശബ്ദം കേൾക്കാൻ പറ്റില്ല. അതൊരു ഫ്രീക്വൻസിയാണ്. ആ ഫ്രീക്വൻസി ബ്രെയിൻ കട്ട് ചെയ്ത് കളയും, സ്ഥിരമായിട്ട് വരുന്നതുകൊണ്ട്. അതൊരു പ്രൊട്ടക്റ്റീവ് രീതിയാണ് തലച്ചോറിൻ്റെ. അതുകൊണ്ടാണ് റെയിൽവേ പാളത്തിനടുത്ത് മനുഷ്യർക്ക് താമസിക്കാൻ പറ്റുന്നത്. അവർ ട്രെയിൻ പോയാൽ എഴുന്നേക്കൂല, നമ്മൾ പോയി കിടന്ന് എഴുന്നേക്കും. അല്ലെങ്കിൽ വെള്ളച്ചാട്ടത്തിനടുത്ത് നമുക്ക് താമസിക്കാൻ പറ്റില്ല, പക്ഷേ അവിടെ താമസിക്കുന്ന മനുഷ്യരുണ്ട്. അതായത് ഒരേ ഫ്രീക്വൻസിയിലാണ് ഒരു കാര്യം നടക്കുന്നതെങ്കിൽ ആ ഫ്രീക്വൻസി കട്ട് ചെയ്ത് കളയാനായിട്ട് പറ്റും. ഞാൻ ജീവിത സാഹചര്യം എന്ന് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അതിനെ ചെമ്പുകൊട്ടി രോഗം എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ വിളിക്കുന്നത്. എനിക്കറിയില്ല ഇവിടെ എന്താണ് വിളിക്കുന്നത്. ആ പെർട്ടിക്കുലർ ഫ്രീക്വൻസി കട്ടായി പോകും. കാരണം അതെല്ലാം അടിക്കുന്ന ഒരേ ഇതിലായതുകൊണ്ട് ആ ഒരെണ്ണം ഇല്ലാതാകും. അപ്പോൾ അത് വളരെ കോമൺ ആണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ, അതായത് ജീവിത സാഹചര്യം, പ്രായം, പിന്നെ അതേപോലെ നമ്മുടെ ആരോഗ്യ അവസ്ഥ. ഉദാഹരണത്തിന് ഡയബറ്റിസ് ഒരു ഭയങ്കര എന്താ പറയുക നോയാണ് മെമ്മറിയെ സംബന്ധിച്ചിടത്തോളം. ഈ സിനാപ്സിസുകൾ തമ്മിലുള്ള കണക്ഷൻ ഇല്ലാതാക്കുന്നതിൽ ഡയബറ്റീസിന് വലിയ റോളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ സാധാരണഗതിയിലുള്ള ഉത്തരങ്ങളാണ് ഞാൻ പറയുന്നതെന്ന് കാണണം. കാരണം മറ്റേത് പറയാൻ യോഗ്യനായ ഒരാളല്ല ഞാനൊരു മെഡിക്കൽ പ്രാക്ടീഷണർ അല്ല. അതുകൊണ്ട് അത്തരം ചോദ്യങ്ങൾ എന്നോട് ചോദിക്കരുത്, ഞാൻ അതിന് ഉത്തരം പറയൂല. ഓക്കെ. അതേസമയം ജനറലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഇത് ശരിക്ക് വളരെ കോമൺ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഒരെണ്ണമാണ് സാറ് പറഞ്ഞത്, പേരോർത്ത് എടുക്കാൻ പറ്റാവുക. ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ശരിക്കും ഒലിവർ സാക്സ് എന്ന് പറയുന്ന ഒരു കക്ഷിയുണ്ട്, സയൻറ്റിസ്റ്റുണ്ട്. നിങ്ങൾ എത്ര പേര് അയാളുടെ പുസ്തകം വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അയാളുടെ ഒരു പുസ്തകത്തിൻ്റെ പേര് വളരെ മനോഹരമാണ്, ദ മാൻ ഹൂ മിസ്റ്റോക്ക് ഹിസ് വൈഫ് ഫോർ എ ഹാറ്റ്. സ്വന്തം ഭാര്യയെ തൊപ്പിയെന്ന് തെറ്റിദ്ധരിച്ച മനുഷ്യനെക്കുറിച്ചാണ് ആ പുസ്തകം. അപ്പോൾ അത് പറയുന്നത് അഗ്നോസിയ എന്ന് പറയുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ്. അതായത് മുന്നിൽ നിൽക്കുന്ന ആളുടെ മുഖം മനസ്സിലാവാതിരിക്കുക, പക്ഷേ അയാളുടെ ശബ്ദം തിരിച്ചറിയുക. അയാളുടെ ശബ്ദം തിരിച്ചറിയും. ഫോണിലൂടെ അയാൾ സംസാരിച്ചാൽ നമുക്കത് ആരാണെന്ന് മനസ്സിലാകും, അയാളോട് നമ്മൾ സംസാരിക്കും. അയാൾ നമുക്ക് ഒരു കുഴപ്പമില്ല, നമ്മൾ ഹാപ്പിയാണ്. പക്ഷേ അയാൾ മുന്നിൽ വന്ന് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഖം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. മുഖം നമ്മുടെ മനസ്സിൽ നിന്ന് വൈപ്പ് ഔട്ടായിപ്പോയി. എന്നിട്ട് നമ്മൾ ഇമ്പോസ്റ്റർ ആണെന്ന് പറഞ്ഞ് ആരോപിക്കുക കൂടി ചെയ്യും. ഇമ്പോസ്റ്റർ ആണ് എന്ന് ആരോപിക്കുക കൂടി നമ്മൾ ചെയ്യും. ഇത് കേട്ടില്ല. ദ മാൻ ഹൂ മിസ്റ്റോക്ക് ഹിസ് വൈഫ് ഫോർ എ ഹാറ്റ്, ഒലിവർ സാക്സ്. കെമിസ്ട്രി പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പേരാണ്. L-ഡോപ്പ എന്ന് പറയുന്ന മരുന്ന് കൊടുത്താൽ എന്താ പറയുക, തളർന്നിരിക്കുന്ന മനുഷ്യന്മാരെ തിരിച്ചെഴുന്നേൽപ്പിച്ച് നടത്താം എന്ന് കണ്ടെത്തിയ ആളാണ് ഒലിവർ സാക്സ്. അതിൻ്റെ പേരിലൊരു സിനിമയുണ്ട്, L-ഡോപ്പ എന്ന് പറഞ്ഞൊരു സിനിമ തന്നെയുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിനിമയാണ്. ഞാൻ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഇതിനകത്ത് ഈ കാണുന്ന സെറോട്ടോണിൻ എന്ന് പറയുന്ന കെമിക്കലാണ്.
നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഡോപ്പമീൻ പോലെ തന്നെ ഒരു റിവാർഡ് മെക്കാനിസം ആക്ടിവേറ്റ് ചെയ്യുന്ന കെമിക്കലാണ് സെറോട്ടോണിൻ. മേളിലത് ഈ കാണുന്നത് ഗാബ എന്ന് പറയുന്നൊരു സംഭവമാണ്. അമിനോ ബ്യൂട്ടാരിക് ആസിഡ് എന്ന് പറയുന്ന സംഭവമാണ്. നമ്മുടെ ഓർമ്മകളെ തിരിച്ചെടുക്കുന്ന പാതകൾ സ്മൂത്താക്കുന്നത് ഗാബയാണ്. ഇങ്ങനെ ഒട്ടനവധി കെമിക്കലുകളുടെ സഹായത്തോടു കൂടിയാണ് നമ്മുടെ തലച്ചോറ് ഈ 3 പ്രക്രിയകൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഓർമ്മ എന്ന് പറയുന്നത് വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 3 പ്രക്രിയകളുടെ ഒരു സംഗ്രഹമാണ്. അതിനകത്ത് ആദ്യം കിട്ടുന്ന സെൻസറി ഇൻപുട്ടുകളെ തലച്ചോറിന് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യേണ്ടതുണ്ട്. അതിനെയാണ് എൻകോഡിംഗ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ വിവർത്തനം ചെയ്ത് അതിനെല്ലാം ഇലക്ട്രിക്കൽ സിഗ്നലുകളാക്കി മാറ്റുകയാണ് ചെയ്യുക. ഇലക്ട്രിക്കൽ സിഗ്നലുകളാക്കി മാറ്റാൻ സഹായിക്കുന്നത് ഈ കാണുന്ന കെമിക്കലുകളൊക്കെയാണ്. ഈ കെമിക്കൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്ന് ബൈൻഡ് ചെയ്യാൻ നേരത്ത് കൃത്യമായ രാസബന്ധനമല്ലാതെ വീക്ക് ഫോഴ്സുകൾ വഴി ബൈൻഡ് ചെയ്യുമ്പോഴാണ് ആ ഇലക്ട്രിക്കൽ സിഗ്നൽ അവിടെ ഉണ്ടാവുന്നത്. അങ്ങനെയാണ് മെമ്മറി ഉണ്ടാവുന്നത്. ഇനി ഇതിൻ്റെ കൂടെ പറഞ്ഞുകൊണ്ട് ഒരു കാര്യമുണ്ട്, അതിന് മെമ്മറി കൺസോൾട്ടേഷൻ എന്നാണ്. ഒരു കാര്യം ആവർത്തിച്ച് നമ്മൾ ചെയ്താൽ ആ കാര്യം കൂടുതൽ പ്രാധാന്യമുള്ളതാണ് എന്ന് തലച്ചോറ് തിരിച്ചറിയുകയും അത് കൂടുതൽ ശക്തമായി ഓർത്തു വെക്കുകയും ചെയ്യും. ഇത് കൺസോൾട്ടേഷൻ എന്ന് പറയുന്ന കാര്യമാണ്. ഇതിനു മുമ്പ് ഇതിനെക്കുറിച്ച് ഒരിക്കൽ പറഞ്ഞു, ഈ ഉറങ്ങി നേടിയ ഒരു പരസ്യമുണ്ട്, റബ്കോഡ് ഒരു പരസ്യമുണ്ട്. ഈ പരസ്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. റബ്കോഡ് ഒരു പരസ്യമുണ്ട്. ഈ കുട്ടി മാർക്ക് വാങ്ങിച്ച് കഴിയുമ്പോൾ ടീച്ചർ ചോദിക്കുകയാണ്, ഇതെങ്ങനെ സംഘടിപ്പിച്ചു? ഒരു ടീച്ചറും അങ്ങനെ ചോദിക്കില്ല, എന്നാലും ഒരു മാഷ് ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ സംഘടിപ്പിച്ചു? അപ്പോൾ പയ്യൻ്റെ മറുപടി, ഞാൻ ഉറങ്ങി സംഘടിപ്പിച്ചു എന്നാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പരസ്യമാണ്. ഉറങ്ങി സംഘടിപ്പിക്കാൻ പറ്റും, കാരണം ഉറങ്ങുമ്പോഴാണ് തലച്ചോറിനകത്ത് മെമ്മറി കൺസോൾട്ടേഷൻസ് സാധ്യമാകുന്നത്. ശരിക്കും മെമ്മറി കൺസോൾട്ടേഷനുള്ളൊരു ശ്രമമാണ് ഡ്രീംസ് പോലും. നമ്മുടെ സ്വപ്നങ്ങളെല്ലാം മെമ്മറി കൺസോൾട്ടേഷന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ്, തലച്ചോറിൻ്റെ ശ്രമങ്ങളാണ്. എനിവേ ഈ കെമിക്കലുകളാണ് ഈ പറയുന്ന എൻകോഡിങ് ആൻഡ് സ്റ്റോറേജ് പോസിബിൾ ആകുന്നത്. ഈ പറയുന്ന 2 കെമിക്കലുകളാണ് ഇതിൻ്റെ റിട്രീവൽ പോസിബിൾ ആക്കുന്നത്. ഇതൊരു പ്രോട്ടീനാണ്. ഇതിൻ്റെ പേരുകളൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നുമില്ല. ഏതായാലും ഈ പ്രോട്ടീനാണ് റിട്രീവൽ സാധ്യമാക്കുന്നത്. ഇങ്ങനെ 3 പ്രക്രിയകൾ നടക്കുമ്പോഴാണ് ഓർമ്മ എന്ന് പറയുന്ന പ്രോസസ്സ് സംഭവിക്കുന്നത്. അതിനകത്ത് ഒരു പ്രത്യേക കോഡിൽ അതിനെ പരിവർത്തനം ചെയ്യേണ്ടതുണ്ട്, അതിനെ സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ട്, അതിനുശേഷം അതിനെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ തിരിച്ച് വിളിക്കാൻ പറ്റേണ്ടതുണ്ട്. ഈ 3 കാര്യങ്ങൾ ചേരുന്നതാണ് ഓർമ്മ. എന്നാൽ പോലും ഈ 3 കാര്യങ്ങളും ഏത് തരം ഓർമ്മയാണ് എന്നുള്ളതനുസരിച്ച് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. ഇമോഷണൽ കണ്ടൻറ്റ് കൂടുതലുള്ള ഓർമ്മയാണെങ്കിൽ അതിനകത്തുള്ള എൻകോഡിങ്ങും റിട്രീവലും പോലെയല്ല മസിൽ മെമ്മറി എന്ന് നേരത്തെ സൂചിപ്പിച്ച, അല്ലെങ്കിൽ മോട്ടോർ സ്കിൽ എന്ന തരത്തിൽ സൂചിപ്പിച്ച പ്രൊസീജറൽ മെമ്മറിയുടെ കേസിലുള്ളത്. അങ്ങനെയേ അല്ല സെമാൻറ്റിക് മെമ്മറിയുടെ കേസിലുള്ളത്. നമ്മൾ ആവർത്തിച്ച് വായിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മൾ കാണാതെ പഠിക്കും, അത് നമ്മൾ ഓർത്തു വെക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഒരുപക്ഷെ 5ാം ക്ലാസ്സിൽ പഠിച്ച പദ്യശകലം നമുക്കിപ്പോഴും പറയാൻ പറ്റുന്നത്. പക്ഷെ അതേസമയം ചില ഓർമ്മകൾ ആ പദ്യശകലം പഠിപ്പിച്ചപ്പോൾ ക്ലാസ്സിലുണ്ടായ പശ്ചാത്തലം കൂടി ചേർന്നതാണ്. അതാണ് കൂടുതൽ ശക്തമായി നമ്മൾ ഓർക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ചില പാട്ടുകൾ കേൾക്കുമ്പോൾ ചില പ്രത്യേകതരം ഓർമ്മകൾ വരുന്നത് ആ പാട്ട് ആദ്യം നമ്മുടെ മനസ്സിലുണ്ടാക്കിയ വൈകാരിക പശ്ചാത്തലമാണ്. അതിനോട് ചേർന്നാണ് ഓർമ്മകൾ ഉണ്ടാകുന്നത്. അങ്ങനെ ഓർമ്മകൾ നമ്മൾ വിചാരിക്കുന്നതിൽ നിന്നും വളരെ വിഭിന്നമായിട്ട് പല തലത്തിലാണ് നമ്മുടെ തലച്ചോറിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അത് പലതും ക്ലൂസ് ആയിട്ടാണ്. അതെ, അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതായത് ഈ സങ്കടമുണ്ടാക്കാനായിട്ട് നമ്മളൊരു പ്രത്യേക വൈകാരികാവസ്ഥയിൽ എത്തിക്കാനായിട്ട് പല കാര്യങ്ങൾക്കും കഴിയും. ചില ചിത്രങ്ങൾക്ക്, ചില പാട്ടുകൾക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ചില പുസ്തകങ്ങളൊക്കെ വായിച്ചു കഴിയാൻ നേരത്ത് ആ പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെ പരിചിതമാണെങ്കിൽ നമ്മളതൊരു വിഷമം ഉണ്ടാക്കും. അങ്ങനെയുള്ള ഈ എക്സ്റ്റേണൽ ക്യൂസ്, എക്സ്റ്റേണലായിട്ടുള്ള ഇൻപുട്ടുകൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് വരും? നമ്മുടെ മെമ്മറിയെ നമുക്ക് വേണ്ട സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനായിട്ട്, അല്ലെങ്കിൽ നമ്മളറിയാതെ തന്നെ ചില സ്ഥലങ്ങളിലേക്ക് എത്തിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയാണ് ഈ പാട്ട് കേൾക്കുമ്പോൾ സങ്കടം ഉണ്ടാകുന്നത്. കുറേ കൂടി രസമായിട്ട് പറഞ്ഞാൽ ഈ സങ്കടം എൻകോഡ് ചെയ്യുന്നതും സങ്കടകരമായ പാട്ടുകൾ എൻകോഡ് ചെയ്യുന്നതിനകത്തും ഒരേ പ്രോട്ടീൻ്റെ ഫങ്ഷനിങ് ഉണ്ട്. അതുകൊണ്ടാണ് സങ്കടകരമായ പാട്ടുകൾ കൂടുതൽ ഓർത്ത് വെക്കുന്നത്. അങ്ങനെ ഒരു കാര്യം കൂടിയാണ്. നമ്മൾ ഓർത്ത് വെക്കുന്നതിൽ കൂടുതൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകൾ ശരിക്ക് പ്രിയപ്പെട്ടത് എന്ന് ഞാൻ പറയുന്നത് നമ്മൾ ഓർത്ത് വയ്ക്കുന്ന, നമ്മൾ വരികൾ ഓർക്കുന്ന പാട്ടുകൾ, മ്യൂസിക് ഓർക്കുന്നത് കൂടുതലും സങ്കടമുള്ള പാട്ടുകൾ കൂടിയാണ്.
ഇല്ല. അതാണ് എമ്പതി എന്ന് പറയുന്ന അവസ്ഥ. അതിനെക്കുറിച്ച് വിശദമായി മറ്റൊരു ദിവസം സംസാരിക്കാം. വേറൊന്നുമല്ല, ഈ മനുഷ്യരിൽ എമ്പതി പല തലത്തിലാണ്. ഇപ്പോൾ ഒരാളുടെ അവസ്ഥ കേട്ടിട്ട് അതിനെ അവസ്ഥയെ കാണുന്നവരുമുണ്ട്, ആ അവസ്ഥയിലെ മനുഷ്യനെ കാണുന്നവരുമുണ്ട്. അത് ഓരോരുത്തരുടെ എന്താ പറയുക, എമ്പതി എത്രത്തോളം സ്ട്രോങ് ആണ്, ഇമോഷണൽ കോഷ്യൻ എത്രത്തോളം സ്ട്രോങ് ആണെന്നുള്ളതനുസരിച്ചിരിക്കും. ഇമോഷണൽ കോഷ്യൻ്റെ ഒരു മെഷർ മാത്രമാണ്. പക്ഷേ നമ്മൾ പലരും, നമ്മുടെ മേക്ക് അങ്ങനെയാണ്. ഇപ്പം ഞാൻ കുറേ കൂടി എന്താ പറയുക, കാര്യങ്ങളെ കാണുന്ന ഒരാളാണ്. അതേസമയം എൻ്റെ പാർട്ട്ണർ വളരെ കൃത്യമായിട്ട് ആ അവസ്ഥയിൽ നിൽക്കുന്ന ആളോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്. എന്നുവെച്ചാൽ അയാൾ ഇപ്പോൾ സങ്കടം എന്ന് പറയുന്ന അവസ്ഥ അയാൾക്ക് മനസ്സിലാവുന്ന പോലെ എനിക്കൊരിക്കലും മനസ്സിലായിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ആ സങ്കടം ഉണ്ടാക്കിയ വിഷയമാണ് എൻ്റെ ഇൻട്രസ്റ്റ്. ഇങ്ങനെ പറഞ്ഞാൽ വ്യക്തമായെന്ന് എനിക്കറിയില്ല. അതേസമയം അയാളെ സംബന്ധിച്ചിടത്തോളം ആ സങ്കടത്തിൽ നിൽക്കുന്ന ആളാണ്. ഇത് രണ്ട് തരത്തിലുള്ള കാര്യമാണ്. അപ്പോൾ പലപ്പോഴും നമ്മളൊരു അനുഭവത്തിലൂടെ കടന്നു പോകണമെന്നില്ല. പക്ഷേ ചില മനുഷ്യർക്കെങ്കിലും അവർ കടന്നുപോയ അനുഭവങ്ങൾ മാത്രമേ അവരിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ റിക്രിയേറ്റ് ചെയ്യുള്ളൂ. ചിലർക്ക് അതിൻ്റെ ആവശ്യമില്ല. ചിലരെന്ത് ചെയ്യും, നമ്മൾ വലിയ മനുഷ്യ സ്നേഹികളെന്ന് വിളിക്കുന്ന പലരും ഇത്തരം എമ്പതറ്റിക്കായിട്ടുള്ള മനുഷ്യരാണ്. വേറൊരാളുടെ ദുഃഖം കണ്ടു നിൽക്കാൻ കഴിയുകയും ആ ദുഃഖത്തിൽ ഞാനാണ് എന്ന് സ്വയം വിശ്വസിക്കുകയും ചെയ്യുന്ന മനുഷ്യരാണ്. എമ്പതിക്ക് അങ്ങനെ ഒരു ക്വാളിറ്റി കൂടിയുണ്ട്. അവിടെ ഞാനാണെങ്കിലോ എന്ന് വിചാരിച്ച് ആ മുഴുവൻ കൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ നമ്മുടെ ബ്രെയിനിന് പറ്റും. അതായത് വേറൊരാളാണ് ആ വിഷമകരമായ സാഹചര്യത്തിൽ, പക്ഷെ അവിടെ ഞാനാണെങ്കിൽ എനിക്ക് ചുറ്റും ഇന്ന ആളുകൾ ഇങ്ങനെ ആയിരിക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് ആ എൻ്റെ യൂണിവേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ തലച്ചോറിന് പറ്റും. അത് എമ്പതി കൂടിയ മനുഷ്യരുടെ കേസിൽ നടക്കുന്നൊരു കാര്യമാണ്. അപ്പം പക്ഷേ ഒട്ടുമിക്ക മനുഷ്യരുടെ കേസിലും നമ്മുടെ എല്ലാം ഇനി അങ്ങനെ പറയുന്നത് ഇത് ഓഫാണല്ലോ അല്ലേ? ഓഫാണോ? ഓണാണോ? അപ്പോൾ അഭിപ്രായം ഞാൻ റിസർവ് ചെയ്തു. ചിലതൊക്കെ സൂക്ഷിച്ച് പറയേണ്ട കാര്യങ്ങളാണ്. പിന്നെ പറയാം, നമ്മുടെ ഈ എവല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ വേറൊരു തരത്തിൽ പറയാം. ഈ ധൈര്യമുള്ള മനുഷ്യരുടെ പിൻഗാമികളൊന്നും ബാക്കിയില്ല. അവരൊക്കെ മരിച്ചുപോയി. ധൈര്യമില്ലാതിരുന്ന മനുഷ്യർ മാത്രമേ അവരുടെ വിത്തുകൾ അവശേഷിപ്പിച്ചിട്ടുള്ളൂ. അവരുടെ ബാക്കിയുള്ള ആളുകളാണ് നമ്മളെല്ലാവരും. അതായത് ഒരു കുറ്റിക്കാട്ടിനപ്പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ വാലുപോലെ എന്തോ കണ്ടു, അത് പുലിയാണെന്ന് വിചാരിച്ച് പേടിച്ചോടിയ മനുഷ്യരുടെ പിന്മുറക്കാരാണ് നമ്മളെല്ലാം. അത് പുലിയാണോ എന്ന് നോക്കാൻ പോയവൻ്റെ മക്കളില്ല. എവല്യൂഷൻ ഒരു വല്ലാത്ത സാധനമാണ്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ കേസിലും എനിക്ക് എവല്യൂഷൻ്റെ ഒരു എക്സാമ്പിൾ പറയാൻ പറ്റും. പക്ഷെ അത് ഞാൻ റിസർവ് ചെയ്തതാണ്. ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഇതൊരു അരിപ്പ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കുറേ കാലം കഴിയാൻ നേരത്ത് ഏത് കാര്യമാണോ ഒരു പെർട്ടിക്കുലർ സാഹചര്യത്തിൽ നമ്മളെ എന്താ പറയുക ഏറ്റവും മുന്നോട്ട് പോകാൻ സഹായിക്കുക, ആ ക്വാളിറ്റീസ് മാത്രമായിരിക്കും അരിപ്പയിലൂടെ കടന്ന് വരിക. ഈ ധൈര്യം അതുപോലത്തെ ആവശ്യമില്ലാത്തൊരു ഫാക്ടറാണ്. അതുകൊണ്ടാണ് അത് കളഞ്ഞത്. കാരണം അതൊരു എടുത്തിയാട്ടം കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ വേണ്ട. അങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, പ്രജനനം സാധ്യമാക്കില്ല. ഞാൻ ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. എൻ്റെ 1 മണിക്കൂർ കൂടിയുള്ള ട്രെയിൻ. ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. പലപ്പോഴും നമ്മുടെ കമ്പോളത്തിൽ കിട്ടുന്ന പല ഉൽപ്പന്നങ്ങൾക്കും നമ്മുടെ ഓർമ്മയെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ചോദിക്കും. ഉറപ്പാണ്. ഇതിനകത്ത് വളരെ ആധികാരികമായൊരു ഉത്തരം പറയാൻ എനിക്ക് കഴിയില്ല. ഞങ്ങളൊരു പഠനം കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ വ്യക്തിപരമായൊരു അനുഭവം പറയാം. ഞാൻ പാട്ട് കേട്ട് കിടന്നുറങ്ങാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതും കൃത്യമായിട്ട് ഈ സമയ് രാഗ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഉണ്ട് ഹിന്ദുസ്ഥാനിയിൽ. അതായത് ഓരോ സമയത്തും കേൾക്കേണ്ട രാഗങ്ങളെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ലൂപ്പിലിട്ടിട്ട് അത് കേട്ട് കിടന്നുറങ്ങാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷേ പെട്ടെന്ന് രാത്രി എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്ക് ബഹളം മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. ഞാൻ ആ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. ഞാൻ രാത്രി ഞെട്ടി എഴുന്നേൽക്കുകയാണെങ്കിൽ കാക്കോഫോണി ഓഫ് സൗണ്ട്സ് ആണ്. എനിക്ക് രാഗം, എനിക്കതിൽ മ്യൂസിക് എന്ത് ചെയ്യാൻ പറ്റില്ല,
പകരം എനിക്ക് ഒരു ബഹളമാണ് തോന്നുന്നത്. ഞാൻ വേഗം ഓഫാണ് ചെയ്യുക, എന്നിട്ടാണ് കിടന്നുറങ്ങുന്നത്. അപ്പം നമ്മൾ ഒരിക്കൽ ഉറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ആസ്വാദനം സാധ്യമാക്കുന്ന തലച്ചോറിൻ്റെ ഭാഗങ്ങൾ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഉടനെ അങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. എന്നോട് ആരും ഈ ചോദ്യം ചോദിച്ചിട്ടില്ല. ഇപ്പം നിങ്ങൾ ചോദിച്ചപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഓഫ് ചെയ്യാണല്ലോ ചെയ്യുന്നതെന്ന്. അല്ലാതെ ഇതൊരു റെഡിമെയ്ഡ് ആൻസറും അല്ല. ഒരു പക്ഷേ എന്താ പറയുക, ഈ പറയുന്ന വെറും സൗണ്ടുകൾ മാത്രമായിട്ടാണോ നമ്മൾ കേൾക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല. ഓർമ്മയുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ രാത്രി കേട്ട പാട്ടാണത് എന്ന് ഓർക്കുമോ എന്ന് സംശയമാണ്. അത് അവിടെയാണ് പ്രശ്നം. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഈ പാട്ട് എത്ര പ്രാവശ്യം കേട്ടിട്ടുണ്ടോ അത്രയും പ്രാവശ്യത്തെയും ഓർമ്മകൾ നമ്മുടെ തലച്ചോറിൽ ശരിക്കുണ്ട്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മൾ വിചാരിച്ച പല കാര്യങ്ങളും സ്പെഷ്യലി മാർക്ക്ഡാണ്. നമ്മൾ ഈ മെയിലിൽ സ്റ്റാർ മാർക്ക് ചെയ്യില്ലേ, അതുപോലെ ചില പ്രത്യേക ടാഗ് കൊടുത്ത് തലച്ചോറ് സൂക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറയാം, ചില ഇത് വെറും ഉദാഹരണങ്ങളായിട്ട് കാണണേ, ഉദാഹരണങ്ങളിൽ പിടിക്കരുത്. ഇപ്പോൾ കോളേജ് യൂണിയൻ ഇലക്ഷൻ ജയിച്ചപ്പോൾ പാടിയ ഒരു പാട്ട് വർഷങ്ങൾക്ക് ശേഷം കേൾക്കുമ്പോഴും ചിലപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാക്കുന്നത് അന്നത്തെ ആ വിജയാഘോഷത്തിൻ്റെ ഒരു വൈകാരിക തലമായിരിക്കും. അതായിരിക്കും കൂടുതൽ സ്ട്രോങ്. തലേദിവസം രാത്രി ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഓർമ്മ വന്നോളണമെന്നില്ല. ഞാൻ അത് പറയാനാണ് ശ്രമിച്ചത്. അതായത് നമ്മുടെ മനസ്സിലെ നമ്മുടെ തലച്ചോറിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള വൈകാരിക പരിസരം ആ പാട്ട് എപ്പോഴാണോ ഉണ്ടാക്കിയത് അതായിരിക്കും ആദ്യം നമുക്ക് ഓർമ്മ വരിക. ബാക്കിയുള്ളതെല്ലാം കുറച്ചുകൂടി എഫേർട്ട് എടുത്ത് ഈ പറയുന്ന ഏറ്റവും എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനത്തിനെ മാറ്റിക്കഴിയുമ്പോൾ വരുന്നതാണ്. അതിപ്പോൾ നമ്മൾ ഒരാളെക്കുറിച്ച് ഓർക്കാൻ ശ്രമിക്കുമ്പോഴും അങ്ങനെയല്ലേ, അയാൾ നമ്മളോട് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട, ഒരുപക്ഷെ അയാൾ നമുക്ക് ചെയ്ത ഏറ്റവും വലിയ ഉപകാരം, അല്ലെങ്കിൽ അയാൾ നമ്മളോട് പെരുമാറിയ ഏറ്റവും സന്തോഷകരമായൊരു മുഹൂർത്തം, അതാണ് ആദ്യം വരിക. അതിനുശേഷം അതിനെ മാറ്റി വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാക്കി കാര്യങ്ങൾ ഓരോന്നായിട്ട് ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നത്. അതിനകത്തൊരു എഫേർട്ടുണ്ട്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ആധികാരികമായി പറയാനുള്ള പഠനമില്ല. ഇത്രയും ഞാൻ പറഞ്ഞത് കൃത്യം പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. മറ്റേത് എൻ്റെ അഭിപ്രായമായിട്ട് കാണും. 4 ലെവൽസ് ഉണ്ട് നമ്മുടെ സ്ലീപ്പിന്. പൊതുവിൽ പല വേവ്സാണ്, ആൽഫ ബീറ്റ ഡെൽറ്റ വേവ്സ് എന്നൊക്കെ പറഞ്ഞ് 4 വേവ്സ് ഉണ്ട്. അതിനകത്ത് നമ്മൾ ഉണർന്നിരിക്കുന്നത് പോലെ തന്നെ ഉറങ്ങുന്നൊരവസ്ഥയുണ്ട്. ആ സ്ഥലത്താണ് നമ്മൾ പൊതുവിൽ റെം സ്ലീപ്പൊക്കെ ഉണ്ടാകുന്നത്. അതായത് നമ്മൾ സ്വപ്നങ്ങൾ കാണുന്നത് മിക്കവാറും നമ്മൾ ഉണർന്നിരിക്കുന്നത് പോലത്തെ അതിന് തുല്യമായ ബ്രെയിൻ വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അവസ്ഥയിലാണ്. ഓക്സിജനുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കാരണം തലച്ചോറിലേക്ക് ആവശ്യത്തിന് ഓക്സിജൻ എത്തിയില്ല എങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. ആദ്യത്തെ പ്രശ്നം, നമ്മുടെ തലച്ചോറിനകത്ത് ഏറ്റവും ആദ്യം ബാധിപ്പിക്കപ്പെടുന്ന ഭാഗങ്ങളിലൊന്ന് ഹിപ്പോ ക്യാമ്പസും തലാമസുമാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻ്റൽ കൺഫ്യൂഷൻ എന്ന് നമ്മൾ വിളിക്കുന്ന സംഭവമാണ്. അതാണ് ഉദ്ദേശിച്ചത്. എനിക്ക് ചോദ്യം വ്യക്തമാകത്തോണ്ട് ഞാൻ പറഞ്ഞത്. കാരണം ആവശ്യത്തിന് ഓക്സിജൻ നമ്മുടെ തലച്ചോറിൽ എത്തുന്നില്ലെങ്കിൽ നമ്മുടെ തലച്ചോറ് പ്രവർത്തിക്കില്ല. ഒബ്വിയസ്ലി ഓക്സിജൻ കൂടുതലാവില്ല. കൂടുതലാവാത്തതിന് കാരണം ഫ്രീ ഓക്സിജൻ അല്ല നമ്മുടെ ശരീരം എടുക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് കൂടുതലാവാത്തത്. അല്ലാതെ അതൊക്കെ പ്രശ്നമാണ്. ഈ ഓക്സിജൻ ഇപ്പോൾ പുറകിൽ സദാശിവൻ സാർ ഇരിക്കുന്നുണ്ട്. ഓക്സിജൻ നല്ല ഓക്സിഡൈസിങ് ഏജൻ്റാണ്. അത് കാണുന്ന സാധനത്തിനെയൊക്കെ പിടിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ആക്കിക്കൊണ്ടിരിക്കും. കാർബൺ കൊണ്ട് ഉണ്ടാക്കപ്പെട്ട മനുഷ്യരാണ് നമ്മളെല്ലാവരും. സ്വാഭാവികമായിട്ടും കാർബൺ കൊണ്ട് ഉണ്ടാക്കിയ ഒരു വസ്തുവിലേക്ക് ഒരുപാട് ഓക്സിജൻ പമ്പ് ചെയ്താൽ തെർമോഡൈനാമിക്കലി ഫീസിബിൾ ആയിട്ടുള്ള ഒരു റിയാക്ഷനാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഫോർമേഷൻ. വളരെ കഷ്ടപ്പെട്ട് ഫൈറ്റ് ചെയ്താണ് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ആവാതിരിക്കുന്നത്. കപ്പിൾഡ് റിയാക്ഷനൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ആവാതിരിക്കുന്നത്. വളരെ രസമാണ്. കാർബൺ കൊണ്ടുണ്ടാക്കിയ ഒരു കുഴലിനകത്തുകൂടിയാണ് നമ്മൾ ഓക്സിജൻ അകത്തേക്ക് എടുക്കുന്നത്. എന്നിട്ടും അവിടെ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് പോകുന്നില്ല. ഞാൻ പറഞ്ഞതും അത് കാർബൺ കൊണ്ടുണ്ടാക്കിയ ഒരു കുഴലാണിത്, ഈ ലങ്സ് എത്തുന്നത് വരെ. എന്നിട്ട് നമ്മൾ ഒറ്റ ഓക്സിജൻ എടുത്താലും അതെന്ത് ചെയ്യുന്നില്ല, അവിടെ നിന്നൊന്നും കാർബൺ ഡൈ ഓക്സൈഡ് വിടുന്നില്ല. വളരെ കൃത്യമായിട്ട് നേരെ ലങ്സിൽ ചെന്ന് ലങ്സിലെ പാർഷ്യൽ പ്രഷർ അനുസരിച്ച് ഹീമോഗ്ലോബിനിൽ ബൈൻഡ് ചെയ്തിട്ടാണ് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ ഓക്സിജൻ കൂടുതൽ എടുത്താൽ കുഴപ്പമുണ്ടോ? ഉറപ്പായും കുഴപ്പമുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. അത് മറ്റേ ശ്രീ രവിശങ്കർ എത്ര ശ്രീ കൂടുതൽ ആഡ് ചെയ്താലും
രവിശങ്കർ പറയുന്ന പോലെ എന്താ പറയുക, ശ്വാസം വലിച്ചിട്ടൊന്നും നമുക്ക് കാര്യങ്ങളെ മാറ്റാനൊന്നും പറ്റുമൊന്നുമില്ല. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഈ പലതരം ചൂഷണങ്ങളിൽ ഒരു ചൂഷണം. അതിനെക്കുറിച്ച് ഞാൻ എന്താ പറയുക, ഈ ചൂഷണങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രവിശങ്കർ വളരെ താഴെ വരുള്ളൂ. അതിന് കാരണം വേറെ ഒരു പണിയും ഇല്ലാത്തവരവിടെ പോകുന്നുള്ളൂ എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ഒരു റീഡിങ് പറയുകയാണ്. പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതെ, മനസ്സിലായില്ലേ, ജീവിതത്തിൽ ഒരുവിധം നല്ല കാര്യങ്ങൾ, ഒരുവിധം നന്നായിട്ട് ജീവിച്ചൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ പണിയൊന്നും ഇല്ലാതിരിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ പോകുന്നത്. അവർ കുറച്ചൊരു ചൂഷിതരായിക്കോട്ടെ എന്നുകൂടി ഞാൻ കരുതുന്നുകൊണ്ടായിരിക്കാം. എൻ്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ അതൊരിച്ചിരി താഴെയാണ്. യോഗ, പിന്നെ ഈ പറയുന്നത് പോലെ എന്താ പറയുക, ആർട്ട് ഓഫ് ലിവിങ്, അതെല്ലാം എന്താ പറയുക, ഒരു തരത്തിലുള്ള സയൻറ്റിഫിക് ബേസിസും ഇല്ലാത്ത കാര്യങ്ങളാണ്. പിന്നെ വേറൊരാളുണ്ടല്ലോ, ജഗ്ഗി വാസുദേവ്, ഇതെല്ലാം ഒരേ ടൈപ്പ് ആളുകളാണ്. ആ ആ ആ അയ്യോ, സത്യമായിട്ടും ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു മെഡിക്കൽ പ്രൊഫഷനല്ല. അതുകൊണ്ട് നിങ്ങളത് നല്ലൊരു ഡോക്ടറെ കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് യാതൊരു ധാരണയുമില്ല. കണ്ണ് തുറന്നുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഉറങ്ങുന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് അറിയാവുന്നൊരു വിഷയമല്ല, ക്ഷമിക്കൂ. ഓ, വൈകാരികാംശം വളരെ കൂടുമ്പോഴാണ് കേൾക്കുന്നില്ല. വിവേകാനന്ദന്റെ ഒരിക്കൽ ഞാൻ വായിച്ചായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഡിക്ഷണറി, ഓക്സ്ഫോർഡ് ഡിക്ഷണറി, അത് വായിച്ച കാര്യങ്ങൾ ഒട്ടും മറക്കാതെ ഒരു വാക്കുപോലും. ഫോട്ടോഗ്രാഫിക് മെമ്മറി എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട്. ഓക്കെ, ഫോട്ടോഗ്രാഫിക് മെമ്മറി എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ചില മനുഷ്യർക്ക് ചില കാര്യങ്ങൾ ഒരു പ്രാവശ്യം വായിച്ചാൽ, ഒരു പ്രാവശ്യം കണ്ടാലൊക്കെ മതി. ഈ എക്സെപ്ഷണൽ കേസുകൾ ഒരുപാടാണ് മനുഷ്യജീവിതത്തിൽ. അതൊരു എക്സെപ്ഷണൽ കേസാണ്. ഇനി വിവേകാനന്ദന് അതുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലുണ്ട് അത്. പക്ഷേ എന്താ പറയുക, ഫോട്ടോഗ്രാഫിക് മെമ്മറി അല്ലെങ്കിൽ ഇഡിയാറ്റിക് മെമ്മറി എന്ന് പറയുന്ന സംഭവം സയൻറ്റിഫിക്കലി വെരിഫൈഡ് ആണ്. അങ്ങനെയുള്ള മനുഷ്യരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പുസ്തകം ഒരു പ്രാവശ്യം വായിച്ചാൽ ആ പുസ്തകത്തിൻ്റെ ഏത് ഭാഗത്തിലാണ് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നതെന്ന് പറയാൻ പറ്റുന്ന മനുഷ്യരുണ്ട്. അത് നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര റെയറായിട്ടുള്ള കാര്യവുമല്ല. കുറേ കൂടി കോമൺ ആണ്. ഐഡിയാറ്റിക് മെമ്മറി കുറേ കൂടി കോമൺ ആണ്. നമ്മൾ വിചാരിക്കുന്ന അത്ര റെയർ അല്ല. പക്ഷേ സത്യമായിട്ടും വിവേകാനന്ദന് അത് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പലരും ഇത് റെഫർ ചെയ്ത് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊരു അത്ഭുതമായിട്ടാണ് പലരും പറയുന്നത്. അതിൽ അത്ഭുതപ്പെടേണ്ട ഒന്നുമില്ല എന്നുള്ളതാണ് വസ്തുത. അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യരുണ്ട്.